വയനാട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണം കേരളം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് 3-4 ദിവസമായി. പുതിയ ചില നെഗറ്റീവുകൾ, പുതിയ ചില വിശകലനങ്ങൾ, വിവരണങ്ങൾ, വെളിപ്പെടുത്തലുകൾ എന്ന മട്ടിലുള്ള ചില പുതിയ സംഗതികൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഒന്നാമത്തേത് കേവലമായ ഒരു ആൾക്കൂട്ടാക്രമണം, അതിൽ രാഷ്ട്രീയ പങ്കാളിത്തമൊന്നുമില്ല, അതിലേതെങ്കിലും ഒരു സംഘടനയെ പഴി പറയുന്നതിൽ യുക്തിയില്ല എന്ന് നിഷ്കളങ്കമായി പറയുന്നവരും അത് ഒരു പ്രതിരോധ തന്ത്രമായി എടുത്തിരിക്കുന്ന ആളുകളെയും നമ്മൾ കാണുന്നുണ്ട്. ഈ പറയും പ്രകാരമുള്ള വയലൻസ് ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ 1-2 വിദ്യാർത്ഥികൾ ഇന്നിപ്പോൾ പൊട്ടിമുളയ്ക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് എന്തൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടതുമാണ്. സത്യത്തിൽ SFI പറയുന്നത് SFIക്ക് പങ്കാളിത്തമൊന്നുമില്ല, ചില SFI പ്രവർത്തകർ ചെന്ന് പെട്ടുപോയി എന്ന് മാത്രമേ ഉള്ളൂ. അതിന് സംഘടനാ തീരുമാനത്തിൻ്റെ, സംഘടനാ സ്വഭാവത്തിൻ്റെതായ ഒന്നുമില്ല. അതുകൊണ്ട് സംഘടനയെ ഒഴിവാക്കണം എന്ന് അവർ ആവർത്തിച്ച് പറയുകയാണ്. സത്യത്തിൽ SFI ആ നിലയ്ക്ക് വളരെ നിഷ്കളങ്കമായി ഒഴിവാക്കി വിടാൻ കഴിയുന്ന ഒരു ക്രൈമാണോ ഇത്? ഇപ്പോൾ പുതുതായി ഉയർന്നു വന്നിരിക്കുന്ന വിശദീകരണങ്ങൾ, കണ്ടെത്തലുകൾ, വെളിപ്പെടുത്തലുകൾ തുടങ്ങിയവയ്ക്ക് സത്യത്തിൽ SFIയെ രക്ഷപ്പെടുത്താൻ ശേഷിയുള്ളതാണോ? ഈ വിഷയം സംസാരിക്കുകയാണ് നമ്മൾ സ്പെഷ്യൽ എഡിഷനിൽ. എന്നോടൊപ്പം ഈ ചർച്ചയിലുള്ളത് SFI നേതാവ് ശ്രീ സഞ്ജീവ്, M. ലിജു കോൺഗ്രസിൽ നിന്നൊപ്പം സിദ്ധാർത്ഥിൻ്റെ ഒരു ബന്ധുവിനെ കൂടി ഈ ചർച്ചയിൽ നമ്മൾ വളരെ വേഗത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം സഞ്ജീവ്, SFI ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒന്നല്ല, SFIക്കാരായ ചില ആളുകൾ അതിൽ പോയി പെട്ടു എന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രസ്ഥാനത്തെ പഴി പറയല്ലേ എന്നതാണ് SFIയുടെ ഒന്നാമത്തെ ഡിഫൻസ്. എൻ്റെ വളരെ സാധാരണമായിട്ടുള്ള ഒരു ചോദ്യം, ഒരു ക്യാമ്പസിനകത്ത് SFIയിലെ ഏറ്റവും മികച്ച കേഡേഴ്സിനെയാണല്ലോ അതിൻ്റെ തലപ്പത്തേക്ക്, അതിൻ്റെ കമ്മിറ്റിയുടെ തലപ്പത്തേക്ക് തിരഞ്ഞെടുക്കുക. പ്രസ്ഥാനം എന്താണെന്നറിയാവുന്നവർ, പ്രസ്ഥാനത്തിൻ്റെ പ്രത്യയശാസ്ത്രം എന്താണെന്നറിയാവുന്നവർ, അത് മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടവർ, അവരാണല്ലോ അതിൻ്റെ തലപ്പത്തുണ്ടാവുക. അങ്ങനെയുള്ള പ്രസിഡന്റിനും സെക്രട്ടറിയും പോലെയുള്ള കസേരയിലിരിക്കുന്ന ആളുകൾ ഒരു വയലൻസ് കണ്ടാൽ അതിൽ ചെയ്യേണ്ടത് എന്താണ് അവരെ നിങ്ങളുടെ പ്രസ്ഥാനം പഠിപ്പിക്കുന്നത്? ബഹുമാനപ്പെട്ട അവതാരകൻ, ഞങ്ങളുടെ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ട 1970 മുതൽ ഈ 2024 വരെ ഞങ്ങളുടെ പ്രവർത്തകരോട് എല്ലാ ഘട്ടത്തിലും പറയാറ്, കേരളത്തിലെ വിദ്യാഭ്യാസ വിഷയങ്ങളിലും കേരളത്തിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളിലും അതിൽ പുരോഗമന സ്വഭാവത്തോടു കൂടി പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരനായ വിദ്യാർത്ഥിയുടെ അതിലൊരാൾ പെടുമെങ്കിലും അവർക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ്. അങ്ങനെ വളർന്നു വന്ന സംഘടനയാണ് ഞങ്ങൾ. അങ്ങനെ അല്ലാത്തവർ പ്രവർത്തിച്ച ഏതെങ്കിലും തരത്തിലുള്ള പ്രവണതയുണ്ടെങ്കിൽ അതിനെ വെച്ചുറപ്പിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല. അതിനെ കേമത്തരമെന്നും അത് ആവർത്തിക്കപ്പെടേണ്ടതെന്നും ചോദിച്ചു വാങ്ങിയതെന്നും അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാനോ ഒരു ഘട്ടത്തിൽ പോലും കേരള സമൂഹത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടില്ല. ഞങ്ങളിപ്പോഴും അത് ആവർത്തിച്ച് പറയുന്നു. നിങ്ങൾക്കതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്, ഞങ്ങൾക്കും അതിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ തരത്തിൽ ഏതെങ്കിലും ചെറിയൊരു പാകപ്പിഴ ഞങ്ങളുടെ സഖാക്കളുടെ ഭാഗത്തുനിന്ന്, ഞങ്ങളുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അവരെ തിരുത്താനും അതിൽ ഈ സംഘടനയുടെ ഭാഗമല്ലാതെ അവരെ പുറത്താക്കാനുമുള്ള എല്ലാവിധ രാഷ്ട്രീയ മര്യാദകളും ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഈ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ടും അത്തരത്തിൽ ഒരു അനീതി നടന്നിട്ടുണ്ടെങ്കിൽ ആ അനീതി ചോദ്യം ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അത് ആര് ചെയ്താലും ശരി, അത് ഏത് ഘട്ടത്തിലാണെങ്കിലും ശരി. അതുകൊണ്ട് തന്നെ ആ വിദ്യാർത്ഥിയോടൊപ്പമാണ്, ഈ പറഞ്ഞ കൊല ചെയ്യപ്പെട്ട വിദ്യാർത്ഥിയോടൊപ്പമാണ്, ആ വിദ്യാർത്ഥിയുടെ കുടുംബത്തോടൊപ്പമാണ് ഞങ്ങൾ എന്ന് ആവർത്തിച്ച് അസന്നിഗ്ധമായി ഞങ്ങൾ. അതിൽ ഞാൻ തർക്കം പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, ഒരു സ്ഥലത്തുണ്ടാവുന്ന ഒരു സംഘർഷത്തിൽ ഒരു സംഘടനാ നേതൃത്വം ഒന്നാകെ എന്ന് പറയാവുന്ന നിലയ്ക്ക് നിങ്ങളുടെ സീനിയർ ആയിട്ടുള്ള നേതാക്കൾ, യൂണിറ്റ് നേതാക്കൾ ഒന്നാകെ ഒരു അതിക്രമത്തിൽ പങ്കാളിയാവുക എന്ന് വെച്ചാൽ ഒരാളൊക്കെ പോയി പെടുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കൈകാര്യം ചെയ്ത് കളയേണ്ട കേസാണ് എന്ന നിലയ്ക്ക് ഒരു നേതൃത്വത്തിനാകെ ഹിംസാത്മകമായ ഒരു ബോധ്യം കൈവരുന്നതിൻ്റെ കാരണം എന്താണ് നിങ്ങൾ ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഈ ക്യാമ്പസിൽ ഒരു വെച്ചു പുലർത്തിക്കൊണ്ടുവന്നിരുന്ന സംസ്കാരം എന്ന ചോദ്യം അവിടെ ഉണ്ടല്ലോ സഞ്ജീവ്. അതിന് ഉത്തരം ഇത്രമാത്രമാണ്. അങ്ങനെ ഒരു നേതൃത്വം ഒട്ടാകെ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അത് സംഘടിപ്പിച്ചു കൊള്ളണമെന്ന് SFI തീരുമാനിച്ച തരത്തിലാണ് നിങ്ങൾ ആ ചോദ്യത്തെ അവതരിപ്പിച്ചത്. ആ ചോദ്യത്തിൽ തന്നെയുള്ള പെശക അതാണ്. SFI അങ്ങനെ തീരുമാനിച്ച് കളയും എന്ന് മീഡിയ വണ്ണിൽ പ്രവർത്തിക്കുന്ന അങ്ങ് ഉൾപ്പെടെയുള്ള ആളുകൾ കരുതുന്നുണ്ടോ? ഈ കേരളത്തിൽ ഇതുവരെയുണ്ടായ സാഹചര്യത്തിൽ SFI അത്തരത്തിലുള്ളൊരു പ്രവണത കൈമുതലായി വെച്ച് ഈ ക്യാമ്പസിൽ ഇടപെടുന്ന ഒരു സംഘടനയാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? SFI അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ നോക്കൂ, ആ ക്യാമ്പസിലെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഈ ക്രൈമിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് SFI ചേട്ടന്മാരാണ്.
SFIയുടെ കമ്മിറ്റിയുടെ തലപ്പത്തുള്ള ആളുകളാണ് ഈ ക്രൈമിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. ഒരാളൊന്നും വന്നു പെട്ടതല്ല, SFIയുടെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ അതിലുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ദുർബലിനെ അടിച്ചമർത്തുന്ന വയലൻസിൽ നമ്മൾ പങ്കാളികളാവുന്നതിൽ പ്രശ്നമൊന്നുമില്ല എന്ന് ഒന്നിലധികം SFI നേതാക്കൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാൻ സംഘടനയ്ക്ക് കഴിയുമോ എന്ന് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി SFIയുടെ തലയിൽ കെട്ടിവെക്കണം എന്നതാണല്ലോ നിങ്ങളുടെ നറേറ്റീവ്. അല്ല, ഞാൻ പറഞ്ഞത് എന്റെ പോയിന്റ് ഒരു കാര്യം സഞ്ജീവ്, ഞാൻ ചോദിക്കുന്നത് SFIയുടെ സംസ്ഥാന നേതൃത്വമോ ജില്ലാ നേതൃത്വമോ ആകെ തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു പാതകമെന്ന് പറയാനല്ല ഞാൻ ശ്രമിക്കുന്നത്. മറിച്ച് വയലൻസ് എന്ന ആശയം നേതാക്കളിലേക്ക്, പ്രവർത്തകരിലേക്ക് കൊടുക്കും വിധത്തിൽ നിങ്ങളുടെ സംഘടനാ സെറ്റപ്പിനകത്ത് കുഴപ്പമുണ്ടായിട്ടുണ്ടോ? അത് നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണോ? എൻ്റെ പോയിന്റ് അതാണ്. അല്ലാതെ നിങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിച്ചു കൂടിയിട്ടല്ലാണ് ഇയാളെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാക്കിയതെന്ന് സ്ഥാപിക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത്. SFIയുടെ ഒരു ഘടകവും SFIയുടെ ഒരു ഘടകവും അത്തരത്തിൽ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലോ അക്രമം അതിന്റെ കൈമുതലായോ അതിന്റെ അല്ലെങ്കിൽ ആകെ തുകയായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ശൈലിയായോ എവിടെയും മുന്നിൽ വെച്ചിട്ടില്ല. SFI എല്ലാ കാലത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വക കാര്യങ്ങളിൽ കൃത്യമായി പക്വതയോടുകൂടി വിദ്യാർത്ഥികളുടേതായ വിഷയങ്ങളിൽ അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരിൽ ഒരാളായി പ്രവർത്തിക്കാനും അവരുടെ ആകമാനമായിട്ടുള്ള നേതൃത്വമായി പ്രവർത്തിക്കാനും സഞ്ജീവ്, ഞാൻ ചോദിക്കുന്നത് നമുക്കറിയാലോ, യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു SFI ഒരാളെ ദേശീയ പ്രസിഡന്റ് കേരളത്തോട് മാപ്പ് പറഞ്ഞു, നമ്മൾ കണ്ടതല്ലേ? ഈ നവകേരള സദസ് നടക്കുമ്പോൾ പ്രതിഷേധക്കാരെ തല്ലാൻ SFIക്കാരും ഉണ്ടായിരുന്നു. വയലൻസിന്റെ മാർഗമാണത്. ഇപ്പൊ ഇവിടെ നോക്കൂ, ആൾക്കൂട്ട വിചാരണ പോലെയുള്ള ഇന്ത്യ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ക്രൈമുകളിലൊന്നാണ് ആൾക്കൂട്ട വിചാരണ. അതിലും SFIയുടെ നേതാക്കൾ പോയി പെടുകയാണ്. നിരന്തരമായി ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ ഏത് സംസ്കാരം പഠിപ്പിക്കുന്നു എന്നാണ്. മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, SFI അങ്ങനെ ഒരു സംഘടിതമായ ബോധത്തിന്റെ ഭാഗമായി ഇത് തീരുമാനിച്ച് നടപ്പിലാക്കുന്നതാണെന്നും ആ സംസ്കാരം നമ്മൾ അവർക്ക് പകർന്നു നൽകിയതാണെന്നും സംഘടനയുടെ എല്ലാ ഘടകത്തിലും അത്തരത്തിലുള്ള ഒരു രൂപമുണ്ടെന്നും നിങ്ങളുടെ ചോദ്യത്തിൽ അതിൽ ഒളിഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ ഒളിച്ചൊന്നും വെക്കേണ്ടതില്ല. ഞങ്ങൾ കൃത്യമായി അതിൽ കാര്യം പറഞ്ഞതാണ്. ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് പിശകുണ്ടായിട്ടുണ്ട്. ആ പിശകിനെ ആ നിലയിൽ തന്നെ SFI കണ്ടിട്ടുണ്ട്. അവരെ ആ ഘട്ടത്തിൽ തന്നെ SFI തള്ളി പറഞ്ഞിട്ടുണ്ട്, പുറത്താക്കിയിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇടപെടുന്നതിന് മുമ്പ് ഞങ്ങൾ ഇതിനകത്ത് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് നടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അങ്ങ് വൈകി വന്നതുകൊണ്ടാണ് ചിലപ്പോൾ അന്താളിപ്പ് കൊണ്ട് അമ്പരപ്പ് കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട് അത് ഏത് ഘട്ടത്തിലാണ് എന്തൊക്കെയാണ് സംഭവിച്ചത്. ആ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട് നടന്ന പല കാര്യങ്ങളിലും പല നറേറ്റീവുകളും എന്തൊക്കെയാണ് കഴിഞ്ഞ 2 ദിവസമായി മാധ്യമങ്ങൾ, അങ്ങുൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾ ഈ കേരളത്തോട് വിളിച്ചു പറഞ്ഞത്, അതെല്ലാം തെറ്റാണെന്ന് തെളിയുന്ന സായാഹ്നത്തിലല്ലേ ഞാനും നിങ്ങൾ ഒത്തുകൂടുന്നത്. അവിടുത്തെ വിദ്യാർത്ഥികൾ അതിനെ തള്ളി പറഞ്ഞല്ലോ. നിങ്ങൾ മാപ്പ് പറയോ? നിങ്ങൾ തിരുത്തുവോ? നിങ്ങൾ പിൻവലിക്കുവോ? കേരളത്തിലെ വിദ്യാർത്ഥികൾ പറഞ്ഞ സംഗതിയാണോ പരമമായ സത്യം? അതിനൊരു നോക്കൂ, മാധ്യമങ്ങളോട് സംസാരിച്ചവരിൽ ഒരാൾ SFIക്കാരനാണ്, ഒരാൾ SFI പ്രവർത്തകനാണ്. മാധ്യമങ്ങളോട് സംസാരിച്ചവരിൽ പ്രധാനി SFI പ്രവർത്തകനാണ്. മറ്റൊരാൾ ഞാൻ MSF ആണെന്ന് അവകാശപ്പെടുന്നു. അയാൾക്ക് MSFുമായി പുലബന്ധമില്ല എന്ന് MSFന്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് ഇപ്പോൾ വ്യക്തത വരുത്തുന്നു. നിങ്ങൾ സ്റ്റേജ് ചെയ്യുന്ന സംഗതികൾക്കെല്ലാം നിങ്ങൾ സ്റ്റേജ് ചെയ്യുന്ന സംഗതികളാണ് അവസാനത്തെ പ്രസ്താവന. സത്യം, വെറ്റിനറി സർവകലാശാലയുടെ ക്യാമ്പസ് എന്ന് നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ എന്തേ ചോദിച്ചില്ല? ഞാൻ കേട്ടില്ല സഞ്ജീവ്, ഞാൻ കേട്ടില്ല. നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചില്ല? അല്ല, നിങ്ങൾ ഈ പറഞ്ഞ SFIയുടെ പ്രവർത്തകനാണ് പ്രതികരിച്ചതെങ്കിൽ ആ ക്യാമ്പസിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും നിങ്ങൾക്ക് കാണാനുള്ള അവസരം ഉണ്ടല്ലോ. എല്ലാവരോടും ചോദിക്കാമല്ലോ. അല്ല, അത് സ്വാഭാവികമായിട്ടും വ്യക്തിപരമായുള്ള കാര്യമാണ്. നിങ്ങൾ ചോദിക്കണമെന്നേ. നിങ്ങൾ അറിയാൻ പറ്റുന്ന എല്ലാവരെയും കാണണം. അധ്യാപകരെ കാണണം, അനധ്യാപകരെ കാണണം, മറ്റെല്ലാ വിധത്തിലുള്ള ആളുകളെയും കാണണം. അധ്യാപകർ, അനധ്യാപകർ, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഡീൻ അല്ലെങ്കിൽ അസിസ്റ്റന്റ് വാർഡൻ ഇവരൊക്കെ പെരുമാറിയത് എങ്ങനെയാണെന്നുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിൽ വേറെ ഉണ്ട്. അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും ചോദിക്കുന്ന ഒന്ന്, SFI ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഇതിൽ പങ്കാളിത്തമൊന്നുമില്ല എന്ന് നിങ്ങൾ സാങ്കേതികമായി പറയുകയാണ്. പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ആളുകൾ കൂടുന്നതാണല്ലോ പ്രസ്ഥാനം, അല്ലാതെ വേറെ എന്തെങ്കിലും ആണോ പ്രസ്ഥാനമല്ല. ആളുകൾ നിരന്തരമായി ഇത്തരം വയലൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ആളുകൾ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധക്കാരെ കായികമായി കൈകാര്യം ചെയ്യുന്നത്, ഒരു സഖാവ് വേറൊരു സഖാവിനെ കുത്തുന്നത്, 2-3 പ്രധാനപ്പെട്ട സഖാക്കൾ ചേർന്ന് ഒരാളെ പൊതുമധ്യത്തിൽ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാക്കുന്നത്, ഇങ്ങനെ നിരന്തരമായി ഇത്തരം സംഗതികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതിൽ നിങ്ങളുടെ കോമ്രേഡ്സ് പങ്കാളികളാവുന്നു.
അപ്പോൾ അവർക്കാണോ കുഴപ്പം അതോ അവർ നിൽക്കുന്ന പ്രതലത്തിലാണോ കുഴപ്പം എന്ന ചോദ്യം നിങ്ങൾ അഡ്രസ്സ് ചെയ്യണമല്ലോ. ഞാൻ പറഞ്ഞത് യൂണിവേഴ്സിറ്റി കോളേജിൽ പ്രശ്നമുണ്ടായപ്പോൾ ദേശീയ അധ്യക്ഷൻ VP സാനു പറഞ്ഞില്ലേ, അഭിമന്യുവിന്റെ നെഞ്ചിൽ കുത്തിയ കഠാരയല്ല, അഭിമന്യു എഴുതി വെച്ച മുദ്രാവാക്യമാകണം നമ്മുടെ വഴി, അല്ലാത്തവരുണ്ടെങ്കിൽ അവർ പ്രസ്ഥാനത്തിന് ശത്രുക്കളാണെന്ന് പറഞ്ഞില്ലേ? അത് പറയാതെ നിങ്ങൾ ഇപ്പൊ പറയാണ് പ്രസ്ഥാനം പക്കയാണ്, പ്രസ്ഥാനത്തിന് ഒരു പ്രശ്നമില്ലാന്ന് പറയാൻ ശ്രമിക്കുന്നത്. അല്ല, അങ്ങയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, എവിടെയാണ് ഒരു പ്രസ്ഥാനം അതിന്റെ നിലപാടുകൾ ശരിയായി ഉയർത്തിപ്പിടിക്കുന്നത്? പ്രതിസന്ധിയുടെ ഒരു ഘട്ടത്തിൽ ഒരു തെറ്റിന്റെ ലാഞ്ചനയും ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങളുടെ കൈകളിൽ നിരപരാധിയായ ഒരാളുടെ രക്തം ഉണ്ടാവരുത്, തെറ്റിന്റെ ഭാഗം നിൽക്കരുത്, ശരി എവിടെയാണോ അവിടെ സ്ഥാപിച്ചു നിർത്തണം ഈ പ്രസ്ഥാനത്തിന്റെ നിലപാട് എന്ന് നിൽക്കുമ്പോഴാണ് ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അവിടെ ഉയർന്നു വരുന്നതാണ് ഒരു സംഘടനയുടെ ശരിയായ രാഷ്ട്രീയ പ്രവർത്തനം, അതിന്റെ രാഷ്ട്രീയ രീതി. നോക്കൂ, കേരളത്തിലെ ഏത് വിദ്യാർത്ഥി സംഘടനക്ക് അവകാശപ്പെടാനുണ്ടത്? ഞങ്ങളിൽ പെടുന്ന എത്ര പേരെ, ആരൊക്കെ, ഏതൊക്കെ രൂപത്തിൽ, എങ്ങനെയൊക്കെ, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതിനൊക്കെ പറയാൻ നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാവില്ല. അവരൊക്കെ സംരക്ഷിച്ചവർ നിൽക്കുകയാണ്. അവരാണ് ഇന്ന് ഞങ്ങൾക്കെതിരെ കുന്തമുനയുമായി വരുന്നത്. ഞങ്ങളിപ്പോഴും പറയുകയാണ്, ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു പ്രതലം ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. ഞങ്ങൾക്ക് വിദ്യാർത്ഥികളോട് മാത്രമാണ് കൂറ്. അവരുടെ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അതിന്റെ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനമാണ് ക്യാമ്പസിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. മറ്റെന്തെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ പേരിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ആരെങ്കിലും എന്തെങ്കിലും സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെ ഈ സംഘടനയിൽ വെച്ച് ഉറപ്പിക്കില്ല. 14 ലക്ഷത്തോളം വരും SFIയുടെ മെമ്പർഷിപ്പ്. ഓരോ മെമ്പർഷിപ്പിലെയും ഓരോരുത്തരെയും സ്ക്രൂട്ടനി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സംഘടനാ സംവിധാനത്തിൽ സ്വാഭാവികമായി അത്രത്തോളം സംവിധാനത്തിൽ ഞങ്ങൾക്ക് ചൂഴ്ന്നു നോക്കാനൊന്നും കഴിയില്ല. പക്ഷെ ഏതെങ്കിലും ഘട്ടത്തിൽ അത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചാൽ അവരെ ഈ ഘട്ടത്തിലും ഏത് ഘട്ടത്തിലും ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഈ സംഘടനയുടെ ഭാഗമാക്കാതെ ഒരു കാര്യം കൂടി, ഈ ക്രിമിനൽ മൈൻഡഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ യൂണിവേഴ്സിറ്റിക്കകത്ത് SFIയെ നയിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനം ഒന്നും നിങ്ങൾക്കില്ല. ക്രിമിനൽ മൈൻഡ്, ഞാൻ ചോദിക്കുന്നത്, ഈ വിദ്യാർത്ഥികളുടെ പേരിൽ ഈ സമയം വരെ ഒരു ക്രിമിനൽ കേസില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു കേസ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിയുടെ മുന്നിൽ ഒരു ക്രിമിനൽ സ്വഭാവം അയാളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുക? കേരളത്തിൽ നാളെ ഒരു കൊലപാതക കേസിൽ ഒരാൾ പ്രതിയാവുന്നു, അയാൾക്ക് മുൻപേ യാതൊരു വിധത്തിലുള്ള കേസുകളും ഇല്ല, അത്തരത്തിലൊരു സ്വഭാവം കാണിച്ചിട്ടില്ല. അപ്പോൾ ഓരോരുത്തരെയും നമുക്ക് എങ്ങനെയാണോ മോണിറ്റർ ചെയ്യാൻ കഴിയുക? അങ്ങക്ക് കഴിയോ? അങ്ങക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങയുടെ കൂടെ പ്രവർത്തിക്കുന്നവർ നാളെ ഒരു കേസിൽ പ്രതിയാവില്ല നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? സ്വാഭാവികമായിട്ടും ഒരു സംഘടന എന്ന നിലയിൽ ഉണ്ടായിട്ടുള്ള വീഴ്ച അതിന്റെ ഭാഗമായി പ്രവർത്തിച്ചവർക്ക് അവിടെ ഉണ്ടായി എന്ന് ഞങ്ങൾ വിലയിരുത്തിയല്ലോ. പക്ഷെ നിങ്ങൾ പകരം ചോദിക്കുന്നത് എന്താ? ഞങ്ങളുടെ സംഘടനയുടെ ജീവൻ, ഇതിന്റെയൊക്കെ കാരണം, ഇതിനൊക്കെ മൊത്തം കേരളത്തിലെ സർവകലാശാലകളിൽ നടക്കുന്ന, ക്യാമ്പസുകളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും എല്ലാ കൊള്ളരുതായ്മയുടെയും പല കാരണങ്ങളാൽ നിൽക്കുന്നതെല്ലാം SFIയുടെ തലയിൽ നിൽക്കട്ടെ എന്ന് വെച്ച് കെട്ടാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ലല്ലോ. ക്ലിയർ ആണ് സഞ്ജീവ്. ഞാൻ വരാം. സിദ്ധാർത്ഥന്റെ ബന്ധുവായ ഷിബു എന്നോടൊപ്പം തത്സമയമുണ്ട്. ഷിബു, നോക്കൂ, SFIയുടെ നേതാക്കൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ, SFIക്കാരാൽ കൊല്ലപ്പെട്ടയാൾ എന്ന നിലക്കാണ് നിങ്ങൾ സിദ്ധാർത്ഥന്റെ കാര്യം ലോകത്തോട് പറയുന്നത്. SFI അതിനകത്ത് പങ്കാളികളായിട്ടുള്ള SFIയുടെ അംഗങ്ങളെ, നേതാക്കളെ ഇതിനകം തന്നെ പുറത്താക്കുകയും അവരെ ഞങ്ങൾ സംരക്ഷിക്കില്ല എന്ന് പറയുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ പരം SFIക്ക് മറ്റൊന്നും ചെയ്യാനില്ല എന്നാണ് SFIയുടെ വിശദീകരണം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? SFI സിദ്ധാർത്ഥന് ആദ്യം തന്നെ പറയട്ടെ, ഇപ്പം പറഞ്ഞ പ്രതിനിധി SFIയുടെ നേതാവാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എനിക്ക് അറിയില്ല. പുള്ളി പറഞ്ഞത് തന്നെ ഒരു വാക്ക് അങ്ങ് ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന കൊലപാതകം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അത് വളരെ വ്യക്തമായി ശ്രദ്ധിച്ചു. ആ കൊലപാതകം, അപ്പോൾ കൊലപാതകം എന്ന് SFI സമ്മതിച്ചു. അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ കോളേജിലെ SFIയുടെ ഭാരവാഹികളാണ്. പ്രസിഡന്റുണ്ട്, സെക്രട്ടറി ഉണ്ട്, മറ്റു ഭാരവാഹികളുണ്ട്. അവർ 4 പറയണമെങ്കിൽ 4 പേർ. പക്ഷെ ആ 4 പേർ ആ കോളേജിന്റെ, അല്ലെങ്കിൽ 5 പേർ ആ കോളേജിന്റെ, ആ സംഘടനയുടെ ഏറ്റവും ഉന്നതരായ നേതാക്കളാണ്. അവരാണ് ഈ വരുന്ന 600ഓളം വിദ്യാർത്ഥികളെ കൺട്രോൾ ചെയ്യേണ്ടത്. ആ വിദ്യാർത്ഥികൾ താഴെ തട്ടിലുള്ള വിദ്യാർത്ഥികളുടെ ഓരോ പ്രവർത്തികളിലും അവരുടെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് എന്ത് ചെയ്യണം, എന്ന് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കാൻ പക്വതയോടെ മുന്നിൽ നിൽക്കേണ്ടതാണ് നേതാക്കൾ. ഈ കുട്ടികൾ അവിടെ ഇവർ പറയുന്ന 12 വിദ്യാർത്ഥികൾ നരനായാട്ട് നടത്തിയെങ്കിൽ, അല്ലെങ്കിൽ 31 വിദ്യാർത്ഥികൾ നരനായാട്ട് നടത്തിയെങ്കിൽ അവരെ ഇത് ചെയ്യാൻ പാടില്ല
ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് ഇത്രത്തോളം ചെയ്യേണ്ടത് കൺട്രോൾ ചെയ്തിട്ട് ഈ നേതാക്കൾ അവരെ അവിടെ നിന്നും പിന്തിരിപ്പിക്കേണ്ട നേതാക്കളാണ് ഫസ്റ്റ് അവനെ മർദ്ദിച്ചിരിക്കുന്നത്. ഒരു നേതാവ് മർദ്ദിച്ചു കഴിഞ്ഞാൽ അമ്മ നന്നായാലേ കുട്ടി നന്നാവുള്ളൂ എന്നെന്തോ ഒരു പഴഞ്ചൊല്ലുണ്ട്, എനിക്ക് ഓർമ്മയില്ല. അത്തരത്തിൽ ഈ നേതാക്കൾ തന്നെ അത് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അണികൾ എന്ത് ചെയ്യും? ഈ 600 വരുന്ന കുട്ടികളെ കൺട്രോൾ ചെയ്യേണ്ട ഈ നേതാക്കൾ തന്നെ ഈ മർദ്ദനവും കൊലപാതകവും തുടങ്ങുമ്പോൾ അവരുടെ കീഴിലുള്ള അണികൾ നോക്കി നിൽക്കില്ല. നേതാക്കൾ ചെയ്യുന്നെങ്കിൽ നമുക്കും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവർ തുടരും. അപ്പം ഈ പ്രവർത്തികൾക്ക് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ഈ സംഘടനയുടെ നേതാക്കളാണ്. ഏതെങ്കിലും ഒരു ഒരു അനുഭാവിയോ പ്രവർത്തകനോ ആണെങ്കിൽ പോട്ട്, ഇതൊരു സംഘടനയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന വ്യക്തികളും അനുഭാവികളും, മറ്റുള്ളവരെല്ലാം അനുഭാവികളാണ്. ആ കോളേജിൽ വേറെ ഒരു സംഘടന ഇല്ലാത്ത സ്ഥിതിക്ക് ആ വരുന്ന 600 പേരും വരുന്ന അല്ലെങ്കിൽ സംഘടനയോടൊപ്പം നിൽക്കുന്നവരാണ് കൂടുതലും. അതിലോട്ട് താല്പര്യമുള്ളവരാണ് ഈ കുറ്റകൃത്യത്തിൽ കൃത്യമായി ചേർന്നിട്ടുള്ളത്. അപ്പം അവര് പറയുന്നത് ഞങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയമില്ല എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾക്കൊന്നും അത് ഇന്ന രാഷ്ട്രീയം അതല്ലെങ്കിൽ ഒരിക്കലും അത്തരത്തിൽ കാണുകയും ചെയ്യരുത്. ഞങ്ങളുടെ ആവശ്യം, ഞങ്ങൾക്കാണ് ഒരു കുട്ടിയെ നഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഇതെല്ലാം ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഇപ്പോഴത്തെ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഇത് എത്രത്തോളം നിൽക്കുവോ അത്രയും ദിവസമുള്ള രാഷ്ട്രീയ ലാഭം മാത്രമാണ് നിങ്ങൾക്ക്. കുറെ പേര് വരുന്നു, അവർ പരസ്പരം പറയുന്നു, അവർക്ക് അതിൽ നിന്നും ലാഭം രാഷ്ട്രീയമായിട്ടുണ്ടാവും. നമുക്കുണ്ടാവുന്ന നഷ്ടമാണ്. ഒരു കുട്ടി വളരെ ഉന്നതിയിലെത്തേണ്ട ഒരു കുട്ടിയെ നിഷ്ഠൂരം രാഷ്ട്രീയക്കാർ അവിടുത്തെ SFI യൂണിറ്റിലുള്ള ഏറ്റവും മുൻപന്തിയിലിരിക്കുന്നവരും മറ്റുള്ളവരും ചേർന്ന് ഇല്ലായ്മ ചെയ്തിരിക്കുന്നു. അത് നിങ്ങൾ തന്നെ നേതാവ് തന്നെ പറഞ്ഞു കഴിഞ്ഞു കൊലപാതകമാണെന്ന്. അപ്പം അത്തരത്തിൽ കൊല ചെയ്ത് ആ നഷ്ടം നമുക്ക് ഒരിക്കലും നികത്താൻ കഴിയില്ല. എന്നിരുന്നാലും ഇതിൽ അകപ്പെട്ട കുറ്റവാളികളെ വെറുതെ വിടാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഇത്രയും ദിവസമായിട്ട് ഇതിനോടൊപ്പം ഇത്രയും ഇതിൽ നമ്മൾ കഷ്ടപ്പെട്ടും പല സ്രോതസ്സുകളിൽ നിന്നും കളക്ട് ചെയ്തും ഇതിനോടൊപ്പം നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ SFI എന്ന് മുതലാണ് ഇത്രയും സജീവമായി രാഷ്ട്രീയം പറയുന്നതല്ല. എന്നിരുന്നാലും ഈ സംഘടനാ ബലത്തിൽ ഇപ്പോൾ ഓരോ ചാനലുകളിലും നിങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി ഈ കംപ്ലൈന്റും ഓരോ കാര്യങ്ങൾ തിരിച്ചിങ്ങോട്ട് ഇടാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? വെറും 2 ദിവസം. ഈ 2 ദിവസത്തിന് മുന്നേ പല നേതാക്കളും ഈ വീട്ടിൽ വന്നു പോയിക്കൊണ്ടിരുന്നു. ഞങ്ങളുടെ നിലപാട് ആ കുട്ടിയുടെ രക്ഷകർത്താവിന്റെ നിലപാട് എത്തരത്തിലാണ്, അല്ലെങ്കിൽ കുടുംബത്തിന്റെ നിലപാട് സസൂക്ഷ്മം നിങ്ങൾ നിരീക്ഷിച്ചിട്ട് അത് അനുകൂലമല്ല എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴാണ് പ്രതിരോധം തുടങ്ങിയത്. ആദ്യമായിട്ട് എന്നോ നടന്ന ഒരു സംഭവത്തിന് സിദ്ധാർത്ഥൻ മരണപ്പെട്ടതിന് ശേഷമുള്ള ഒരു പരാതി ഒരു പെൺകുട്ടിയെ കൊണ്ട് കൊടുക്കുന്നു. കോളേജിൽ കൊടുക്കുന്നു. വിചിത്രമായ ഒരു തീരുമാനം കോളേജിൽ അധ്യാപകർ എടുക്കുന്നു. മരിച്ച ഒരാളിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അവനെതിരെ നടപടിയെടുക്കാൻ കഴിയാത്തത് കൊണ്ട് അതിൽ കുറെ ഒരു ഒപ്പിട്ട് ക്ലോസ് ചെയ്യുന്നു. ഈ ഒപ്പിട്ടവരെല്ലാം ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് മാറി. അതോടൊപ്പം തന്നെ അടുത്തൊരിതാണ്, ഇപ്പം ആ കോളേജിലെ തന്നെ കുറച്ച് കുട്ടികളെ കൊണ്ടുവന്ന് പ്രതിരോധിക്കുന്നു. അവിടെ ഒന്നും നടന്നിട്ടില്ല. അയ്യോ ഞങ്ങൾ ചെയ്തത് ഒറ്റ ദിവസം കൊണ്ടാണ്. ആ കുട്ടികൾ പറയണം, അയ്യോ ആര് പറഞ്ഞു 3 ദിവസം അവനെ പീഡിപ്പിച്ചെന്ന്? ഞങ്ങൾ ഒരു ദിവസം രാവിലെ തുടങ്ങി വൈകുന്നേരം അവനെ കൊന്നു കഴിഞ്ഞു. നിങ്ങൾ ആരാണ് പറയുന്നത് 3 ദിവസം അവനെ പീഡിപ്പിച്ചെന്ന്? ഒറ്റ ദിവസം കൊണ്ട് അവനെ തീർത്തു. ആഹാരം കൊടുത്തില്ല, മറ്റുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ഒരു ദിവസം എന്താണ് തീർത്തത്? 3 ദിവസം ഇല്ല, ഒറ്റ ദിവസം കൊണ്ട് അവനെ നമ്മൾ കൊന്നു കഴിഞ്ഞു എന്നാണ് ആ കുട്ടികൾ പറഞ്ഞത്. ആ പറഞ്ഞവരുടെ മുഖഭാവം നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്ത് രോഷത്തോടെയാണ് ആ ചാനലുകാരോട് അവൻ സംസാരിക്കുന്നത്. ആ കുട്ടികൾ, നിങ്ങൾ മറ്റവരാണ്, ചാനലുകാരെല്ലാം വെറുതെ പടച്ചു വിടുന്നതാണ്. ഇതിനുള്ള കാരണം നേരത്തെ ഞാൻ പല ചാനലുകളിലും എനിക്ക് വയനാട് നിന്ന് കിട്ടിയ അറിവാണ്. ഞാൻ രാഷ്ട്രീയക്കാരനല്ല, വയനാട് നിന്ന് കിട്ടിയ അറിവാണ്. ഈ SFIയുടെ ഉന്നത നേതാക്കൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട് കോളേജിനകത്ത് എന്ന്. അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ച് ഇന്നത്തെ ദിവസം അവരെ പ്രൊഡ്യൂസ് ചെയ്തു. അവര് ഒരു തിരക്കഥ അത് അവിടെ അവതരിപ്പിച്ചു. അത്രയേ ഇതിന് കാണാനുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങൾ കൊണ്ടുവന്ന ആ വിദ്യാർത്ഥി പെൺകുട്ടിയുടെ പരാതിയും അത്തരത്തിലേ കാണാൻ കഴിയുള്ളൂ. ചില ആളുകൾ അതിൽ പെട്ടുപോയ ആളുകളെ ഞങ്ങൾ പുറത്താക്കി, ഞങ്ങളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞാണ്. ഈ കേസിനകത്ത് ഈ സിദ്ധാർത്ഥനെ മർദ്ദിച്ച ശേഷം കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതായപ്പോൾ ഒരു പരാതി ഡ്രാഫ്റ്റ് ചെയ്യുന്നു, ആ പരാതി കൊടുക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ആളുകൾ എന്താ പറയുന്നത്, ഈ സംഗതിയൊന്നും അറിഞ്ഞില്ല എന്ന് അസിസ്റ്റന്റ് വാർഡൻ പറയുന്നു, ഡീൻ പറയുന്നു, ഇത് പുറത്തറിയാൻ സമയമെടുക്കുന്നു. എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു സിസ്റ്റം മുഴുവൻ
ഈ സംഗതിയെ കവർ ചെയ്യാനുള്ള ശ്രമം നടത്തിയെന്ന് നമുക്കിത് കാണുമ്പോൾ തോന്നും. SFIക്കാർ പ്രതികളാക്കപ്പെട്ടത് കൊണ്ട് SFIക്ക് വേണ്ടി എൻറ്റയർ സിസ്റ്റം പ്രവർത്തിച്ചു എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും. അത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്, ആദ്യമായിട്ട് ഈ മരണ വാർത്ത അറിഞ്ഞ് ഞങ്ങൾ കോളേജിൽ പോകുമ്പം ഡീനിന്റെ സമീപനമേ അത്തരത്തിലാണ്. ഡീൻ പറയുന്നത് എനിക്കൊന്നും അറിയില്ല, അവൻ ഒരു കുട്ടി എന്നാണ് പറയുന്നത്, എനിക്കൊന്നും അറിയില്ല, അവൻ എന്തോ മാനസിക കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്തു, നിങ്ങൾക്ക് എനിക്ക് വേറെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല, നിങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ പോലീസിനോട് ചോദിക്കണം, പോലീസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാൻ പറയുന്നു, സാർ എനിക്ക് മറ്റുള്ള കുട്ടികളുടെ അടുത്ത് സംസാരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ചവിട്ടി തുറന്നെന്ന് പറയുന്ന ബാത്റൂം കാണിച്ചു തരണം, അല്ലെങ്കിൽ ആ റൂം കാണിച്ചു തരണം, അതൊക്കെ പോലീസിന്റെ ഉത്തരവാദിത്വമാണ്, എനിക്കറിയില്ല. ഇത്തരത്തിൽ പറയുകയും നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ പോലീസുകാർ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഇത് സാധാരണ ഒരു ആത്മഹത്യയാണ്, നിങ്ങൾക്ക് ഇതിൽ സംശയിക്കത്തക്ക ഒന്നുമില്ല, ഇതൊരു വെറും ഒരു ആത്മഹത്യയാണ്. ആ കുട്ടിയുടെ കഴുത്തിലെ പാട് കാണിച്ചു കൊടുത്തു, കുറുക്കിലെ മുതുകിലെ ചതവ് കാണിച്ചു കൊടുത്തു, നെഞ്ചിലെ ചതവ് കാണിച്ചു കൊടുത്തു. അയ്യോ, ഇതൊക്കെ തൂങ്ങി മരണത്തിൽ സംഭവിക്കുന്നതാണ്. അതിനെക്കുറിച്ച് ഡോക്ടറും അദ്ദേഹത്തിനോട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു മാനിപ്പുലേഷൻ കൃത്യമായി നടന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ മെനഞ്ഞാന്ന് സറണ്ടറായ കുട്ടികളുടെ വന്നപ്പോഴാണ് ഞങ്ങൾ തന്നെ അന്തം വിട്ടു പോയത്. ഇന്നലെ അതായത് എൻ്റെ ബന്ധു 10 പേരാണ് ഞങ്ങൾ പോയത്. എൻ്റെ ബന്ധുവിൻ്റെ അടുത്ത് സംസാരിച്ച 2 കുട്ടികളാണ്. അവർ വന്ന് എൻ്റെ ചേട്ടൻ്റെ അടുത്ത് പറയാണ്, സിദ്ധാർത്ഥൻ നല്ല കുട്ടിയായിരുന്നു, അവനാണ് വാലന്റൈൻസ് ഡേയുടെ പരിപാടികൾ കോർഡിനേറ്റ് ചെയ്തത്, നല്ലൊരു എല്ലാത്തിനും കോർഡിനേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്ന കുട്ടിയാണ് എന്നെല്ലാം പറഞ്ഞു അവരടുത്ത് വളരെ സൗമ്യമായി സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ ഡീനിന്റെ അടുത്ത് പോകുന്നു. ഡീനും ഈ പറയുന്ന 2 കുട്ടികളും SIയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഇവര് സസൂക്ഷ്മം വായിച്ചുകൊണ്ടിരുന്നു. ഇന്നലെയോ രാവിലെ 5 മണി, അവര് എന്നാണ് സറണ്ടർ ചെയ്ത് അന്ന് രാവിലെ 5 മണിക്ക് അവൻ എന്നെ ഫോൺ ചെയ്തിട്ട് അവൻ ബന്ധം വിട്ട് പറയുന്നു, എടാ ഈ 2 കുട്ടികളാണ് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്, ഈ ഇപ്പൊ അറസ്റ്റ് ചെയ്ത അരുണും എന്തോ വേറൊരുത്തനും, ഇവരെ 2 പേരുമാണ് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഇതിന്റെ നിജസ്ഥിതി നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പ്രതികളാണ് കോളേജിലും നമ്മുടെ ഹോസ്പിറ്റലിലും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. കോളേജിൽ അവന്റെ ബോഡി എടുത്ത് കിടത്തിയതും തിരിച്ചു കയറ്റിയതും പ്രതികളാണ്. ഫോട്ടോ വന്നപ്പോഴാണ് ഇവർ തിരിച്ചറിഞ്ഞത്. അപ്പം ഇത്തരത്തിൽ ഇവരുടെ സജീവ സാന്നിധ്യം ഇവർ നമ്മളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ അവിടെ ചെല്ലുന്നത് മുതൽ തിരിച്ചു വരുന്നത് വരെ ഇവർ കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നു. അത്രയും കൃത്യമായ ഒരു ആസൂത്രിത നീക്കമാണ് അവർ നടത്തിയത്. അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ അടിച്ചവിടുന്ന് മാറ്റിയതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും എല്ലാം ഡീനിന്റെ നേതൃത്വത്തിലാണ്. ആ കാന്തനാഥൻ എന്ന് പറയുന്ന PT അധ്യാപകന്റെ നേതൃത്വത്തിലാണ്. ഇവർ 2 പേരും ഈ വിവരങ്ങൾ പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കുട്ടികളെ ഭീഷണിപ്പെടുത്തി. അതിന് ഫലമായിട്ടാണ് ആരും തന്നെ ഒരു തെളിവും വെളിയിൽ പറയാത്തത്. പെട്ടുപോയ ഒരു സാധാരണ അക്രമം മാത്രമല്ല, ഇത് SFIയുടെ കൂടി നേതൃത്വത്തിൽ നടക്കുന്ന അക്രമമാണ് എന്ന് മനസ്സിലാവുന്നതുകൊണ്ട് ഡീൻ സഹായിച്ചു എന്നാണ്. ഇപ്പം ചിയർ വിത്ത് SFI എന്ന് പറയുന്ന പരിപാടി ഉദ്ഘാടകനായി വരുന്നത് ഡീനാണെന്ന് ഇപ്പോൾ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ മനസ്സിലായി. ഡീനിന് അങ്ങനെ പ്രത്യേക താല്പര്യം ഉണ്ടത്രേ. ഞാനതൊരു എന്താ പറയുക, ഒരു ആധികാരികമായി പറയല്ല, അങ്ങനെ ഡീനിനെതിരെ ഒരു ആരോപണം ഓൾറെഡി അതിനകത്തുണ്ട്. അപ്പോൾ ഡീൻ സംഗതികളൊന്നും അറിയുന്നില്ല എന്നിപ്പോൾ VC സംസാരിക്കും പറയാണ്, ഡീൻ അത് അറിയേണ്ടതാണ്, ഡീൻ അറിഞ്ഞിട്ടില്ല, ഡീൻ അവിടുത്തെ കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഡീൻ അറിഞ്ഞിട്ടില്ല. ഡീൻ വാർഡനാണ്, അസിസ്റ്റന്റ് വാർഡൻ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുകയോ അതിന്മേൽ എന്തെങ്കിലും നടപടിക്ക് എവിടെയെങ്കിലും ശുപാർശ ചെയ്യുകയോ പോലീസ് ഇടപെടൽ ഇൻവൈറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ എന്താണ്, SFI എന്ന് പറഞ്ഞ ഈ പവർ ഗ്രൂപ്പാണ് ഇതിൻ്റെ തലപ്പത്തുള്ളത് എന്നതുകൊണ്ട് തന്നെ അധ്യാപക സംഘടനകൾ, ഡീനും അസിസ്റ്റന്റ് വാർഡനും എല്ലാവരും കൂടി ഇതിനെ കവറപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് നമുക്കിത് ടോട്ടൽ കാണുമ്പോൾ മനസ്സിലാവില്ലേ? എന്ന് വെച്ചാൽ SFI അതിന് അധികാരം ഉപയോഗിച്ചു എന്ന്. സഞ്ജീവിലേക്കാണ് ചോദ്യം. സോറി, ഇവിടെ സിദ്ധാർത്ഥിന്റെ ബന്ധുവായിട്ടുള്ള ആള് എന്തിനാണ് ഇങ്ങനെയൊരു നെറേറ്റീവ് ഇതിന് സൃഷ്ടിക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളിപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതിൽ 18 പേർ ഇപ്പോൾ നിലവിൽ പ്രതിയേർക്കപ്പെട്ടവരിൽ 4 പേരാണ് ഈ പറഞ്ഞ SFIയുടെ നേതൃത്വം, നിങ്ങൾ പറഞ്ഞ മക്കളെടുത്ത നേതൃത്വത്തിലുണ്ടായിരുന്നത്, പ്രവർത്തകരായിരുന്നവരുണ്ടായിരുന്നത്. ബാക്കി 14 പേരിൽ വ്യത്യസ്ത രാഷ്ട്രീയത്തിലുള്ളവരുണ്ട്. ഇന്ന് പ്രതികരിച്ചവരിൽ നേരത്തെ നിഷാദ് റാവുത്തർ പറഞ്ഞതുപോലെ
SFIക്കാർ മാത്രമല്ലാന്നേ, MSFന്റെ അനുഭാവികൾ, പ്രവർത്തകർ, MSFന്റെ നേതാക്കന്മാർ, നിങ്ങളെ ഭാഷ എടുത്താൽ, നിങ്ങളുടെ ഭാഷ പ്രയോഗിച്ചാൽ അവരുൾപ്പെടെയുള്ളവരാണ് ഇന്ന് കൃത്യമായി പറഞ്ഞത്, ഇതിൽ രാഷ്ട്രീയമില്ല, ഇതിൽ ഏതെങ്കിലും തരത്തിൽ സംഘടന തീരുമാനിച്ചു വരുന്ന ഒരു ഭാഗവുമില്ല, അത്തരത്തിലൊരു രാക്ഷസ കോട്ടയാണ് അത് എന്ന് തെളിയിക്കത്തക്കവണ്ണം എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? താങ്കളുടെ മാധ്യമ പ്രവർത്തകർക്ക് അവിടെ എല്ലാ മുക്കും മൂലയും എടുത്തു പരിശോധിക്കാൻ ഇന്ന് കഴിഞ്ഞല്ലോ. ഏത് ദിവസവും അത് ഓപ്പൺ ആണല്ലോ. അതൊരു പബ്ലിക് യൂണിവേഴ്സിറ്റി അല്ലേ? ഇന്ന് കോൺഗ്രസ്കാർ ഉൾപ്പെടെയുള്ളവർ അവിടെ കടന്നു ചെന്നല്ലോ. സിദ്ധാർത്ഥിന്റെ ബന്ധു ഉൾപ്പെടെയുള്ളവർ എന്തിനാണ് ഈ നറേറ്റീവ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ ഇവിടെ വീണ്ടും ആവർത്തിച്ചു പറയുന്നത്, ഈ പറഞ്ഞതുപോലെ മനുഷ്യന്റെ ഒരു തുള്ളി രക്തത്തിന് കിരീടത്തെക്കാൾ വിലയുണ്ട്. അത് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ആ രക്തം അവിടെ വീണിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായവർ തീർച്ചയായും അതിൻ്റെ നിയമ നടപടികൾ നേരിടണം. അവരാരാണെങ്കിലും ശരി. അതല്ലേ ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നത്. ഇതിൽ ഞങ്ങൾക്ക് എന്താണ് മറ്റ് അജണ്ടയുള്ളത്? ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് എന്താണ് അവിടെ അജണ്ട ഉണ്ടാകേണ്ടത്? എനിക്ക് സ്വാഭാവികമായിട്ടുള്ള യുക്തി വെച്ച് മനസ്സിലാകുമ്പോൾ ഇതിനപ്പുറത്തേക്ക് എന്താണ് ഞങ്ങൾക്ക് അജണ്ട എന്ന് ഞങ്ങൾക്ക് പോലും തോന്നുന്നില്ല. എന്താണ് ഇതിനപ്പുറത്തേക്ക് ഞങ്ങളുമായി ബന്ധപ്പെട്ട് പോകേണ്ടത്? സിദ്ധാർത്ഥിന്റെ ബന്ധു ഉൾപ്പെടെയുള്ളവർ ഏത് തരത്തിലാണ് ഇതിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ ക്രൈം നടന്നതിന് ശേഷം ഈ ക്രൈമിനെ മുക്കാൻ പ്രതികളെ രക്ഷിക്കാനുള്ള വലിയ ശ്രമം ഉണ്ടായി എന്നതുകൂടി കാണണം. വെറുതെ ഒരു സംഗതി ഉണ്ടായി അതിന്മേൽ എല്ലാവരും പെട്ടെന്ന് പുറത്തു വന്നു നിങ്ങൾ നടപടിയെടുത്തു എന്ന നിലയ്ക്കല്ല. SFIക്കാർ അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ കേസിനകത്ത് വേറെ ചില സംഗതികൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. എന്നിട്ട് പ്രതികളെ രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതിന് അധ്യാപക സംഘടനയുടെ ഡീന്റെയും അസിസ്റ്റന്റ് വാർഡന്റെയും ഒക്കെ പിന്തുണ കിട്ടി. ഇന്നിപ്പോ VCയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ കാരണം പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലല്ല അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡീൻ ഉൾപ്പെടെയുള്ളവർ ആരാണെങ്കിലും അവർ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടണം. അതിലെന്താ സംശയം? അതിൽ ഞങ്ങൾക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ടെന്നാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെ പേരിലാണെങ്കിലും എങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവർ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടണം. തെറ്റ് ചെയ്തവർ അതിന്റെ ശിക്ഷ അനുഭവിക്കണം. ഓക്കെ, ഞാൻ ചോദിക്കുന്ന സഞ്ജീവ് ഒരു കാര്യം കൂടി. അപ്പൊ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടന എന്ന നിലയ്ക്ക് നോക്കൂ, ഇപ്പൊ സഞ്ജീവിന്റെ സിദ്ധാർത്ഥിന്റെ കുടുംബം ഇതൊരു കൊലപാതകമാണ്, ഇതിൽ കുറെ അധികം പ്രതികളുണ്ട്, ഇതിൽ ആ സിസ്റ്റം മുഴുവൻ അതിനെ ഈ കുറ്റകൃത്യത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന നിലയ്ക്കുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ചില കുട്ടികൾ വന്ന് സിദ്ധാർത്ഥിന്റെ കുടുംബത്തോട് ഇന്ന ആളുകളൊക്കെ കൂടി ചെയ്തതാണ്, റൂമിൽ കയറി ചെയ്തിട്ട് പോയതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന്റെ കുടുംബം പറയുന്നു. സോ കുറേ അധികം ആരോപണങ്ങളും സംശയങ്ങളും ദുരൂഹതകളും ഒക്കെ ഇതിനകത്തുണ്ട്. SFI അവിടുത്തെ ഏറ്റവും വലിയ സംഘടന നിലയ്ക്ക് SFI മുന്നോട്ട് വെക്കുന്ന ആവശ്യം എന്താണ്? കുറ്റക്കാരുണ്ടെങ്കിൽ ശിക്ഷിച്ചോട്ടെ എന്ന ഉദാസീന സമീപനമാണോ, അതോ ഇതിനകത്ത് നീതി വാങ്ങിയെടുക്കാൻ മുൻപിലേക്ക് ഇറങ്ങി വന്ന് ഇന്ന കാര്യങ്ങൾ അന്വേഷിക്കണം, ഇന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന ഒരു സ്ട്രോങ് പൊസിഷൻ നിങ്ങൾക്കില്ലാത്ത എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടില്ല? നിങ്ങൾ എപ്പോഴാണ് അത്തരത്തിലൊരു നറേറ്റീവിലേക്ക് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുന്നത്? ഒരിക്കലുമില്ല. ഞങ്ങൾ ഇപ്പോഴും ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് ദുരൂഹതയാണ്. ഇന്നലെ പറഞ്ഞ കഥയല്ല ഇന്ന് പറയുന്നത്. ഇന്നലെ പറഞ്ഞത് എന്തൊക്കെയാ? ഇന്നലെ പറഞ്ഞു 3 ദിവസം അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തില്ല, പല വിഷയങ്ങളുണ്ടായി, മർദ്ദിച്ചു, പല രൂപത്തിൽ മർദ്ദിച്ചു, പൈശാചികമായ ഒരു രാക്ഷസക്കോട്ടയായി അതിനെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചു പല രൂപത്തിൽ. ഇന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു അതങ്ങനെയല്ല, അത് ആ രൂപത്തിലല്ല, വിദ്യാർത്ഥികൾ പറഞ്ഞതാണ്. അപ്പൊ ഈ ദുരൂഹത, നിങ്ങൾ ഉപയോഗിച്ച വാക്കുകൾ, ഈ ദുരൂഹത, ഈ സംശയങ്ങൾ, ഇവയെല്ലാം പിന്നെ MSF എന്ന് അവകാശപ്പെടുന്ന ഒരാളും MSFന്റെ പറഞ്ഞിട്ടുണ്ട്. ഈ കേസിന്റെ പ്രതികൾ ഞങ്ങൾ അത് ഉന്നയിച്ചിട്ട് മറ്റവരോട് ഉത്തരം പറയണമെന്ന് പറയില്ല. ഈ കേസിന്റെ പ്രതികളിൽ സിൻജോ ജോൺസൺ മുഖ്യ പ്രതിയായിട്ടുള്ള അയാളുടെ കോൺഗ്രസ് കുടുംബ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനാ മൂപ്പരുടെ നാട്ടിൽ. ഡോൺ ഡായ് മൂപ്പര് കേരള കോൺഗ്രസ് ജോസഫ് ആ കുടുംബ പശ്ചാത്തലമുള്ള ആളാ. അങ്ങനെ വ്യത്യസ്ത രാഷ്ട്രീയത്തിൽപ്പെട്ടവർ ഇതിലുണ്ടെന്നേ. ഇനി അവർ ഉത്തരം പറഞ്ഞേക്കണമെന്ന് ഞങ്ങൾ പറയില്ല. ഇതിൽ സമഗ്രമായ അന്വേഷണം ഉണ്ടാവണം. ഈ അന്വേഷണത്തിൽ തെളിയിക്കപ്പെടുന്ന കൃത്യമായി എന്താണ് സിദ്ധാർത്ഥിന് സംഭവിച്ചത്, എന്താണ് ശരി, എന്തിന്മേലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായത്, എന്താണ് കാരണം, കാര്യകാരണ സഹിതം കൃത്യമായി ഇതിന് ഉത്തരം പറയിക്കണം. ഇത് തന്നെയാ നിലപാട്. ഇത് ഞങ്ങൾക്ക് അതിലൊരു സംശയമില്ല. നോക്കൂ, ഇതിനകത്ത് SFI ഏതെങ്കിലും നിലയ്ക്ക് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. എല്ലാ പ്രതികളെയും ഞങ്ങൾ തള്ളിപ്പറയുകയാണ്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ ഞങ്ങൾ പുറത്താക്കുകയാണ്, അവരുടെ ഈ നിലയ്ക്കുള്ള സമീപന ശൈലി ഞങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. ഇനി പോട്ടെ, SFIക്കാരെ രക്ഷിക്കാൻ, അവിടുത്തെ ലോക്കൽ SFIക്കാരെ രക്ഷിക്കാൻ ഡീനോ VCയോ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കൂടി കണിശമായ അന്വേഷണം വേണം. സംരക്ഷണ കവചമേ ഇല്ല എന്ന് SFI പറയുന്നതോടെ SFI ക്ലീൻ ആയോ?
സംരക്ഷണ കവചം എത്ര ദിവസം അവർ കൊടുക്കാൻ ശ്രമിക്കുകയാണ്? ഒരു കുട്ടിയെ അതിക്രൂരമായി കൊന്നുകളഞ്ഞു. അടിച്ചും ഇടിച്ചും ചവിട്ടിയും വെള്ളം കൊടുക്കാതെയും ക്രൂരമായിട്ട് കൊന്നു. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ SFIയുടെ പ്രതിനിധിയായിട്ടിരിക്കുന്ന ആൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഇന്ന് കുട്ടികൾ പറഞ്ഞത്രേ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. MSFകാരൻ പറഞ്ഞു. ആരെയാണ് നിങ്ങൾ ഈ പറഞ്ഞ് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഞങ്ങൾ ആ കുട്ടിയുടെ വീട്ടിൽ പോയതാണ്. ആ കുട്ടിയുടെ അച്ഛൻ, സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ പറഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് 3 ദിവസമായിട്ട് ആഹാരമില്ല, വെള്ളം ജലമായിട്ട് വയറ്റിലാകെ ഉണ്ടായിരുന്ന രക്തം കലർന്ന ലിക്വിഡാണ് ആമാശയത്തിലാകെ ഉണ്ടായിരുന്നത്. എന്നിട്ട് ഏതോ ഈ SFIയുടെ ഏതോ വായ്നോക്കി പിള്ളേർ, ഏതോ റാസ്കലുകൾ, ഏതോ ക്രിമിനലുകൾ പിന്നെ ഇത്തരത്തിൽ പറഞ്ഞിട്ട് ഇത്തരത്തിൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അതാണ് വിശ്വാസം എടുക്കേണ്ടത്. അല്ല, ഒരു ചോദ്യം ചോദിക്കാൻ പറ്റില്ല. ഒരു ചോദ്യം ചോദിക്കാൻ പറ്റില്ല. ഞാൻ സംസാരിച്ചതിന് ശേഷം പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പറയും. താങ്കൾ പറയുന്ന സമയത്ത് താങ്കളുടെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഞാൻ പറയാനുള്ള പറഞ്ഞിട്ട് ചെയ്താൽ മതി. ഇതുപോലുള്ള ആളുകളെ ഈ ക്യാമ്പസിൽ നടക്കുന്ന ഗുണ്ടകളുള്ള നിലവാരമുള്ള ആളുകളെ ഈ ചർച്ചയെ കൊണ്ടെടുത്തരുത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഈ നിഷാദിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, വളരെ പ്രധാനപ്പെട്ട വിഷയത്തിൽ ചർച്ചകൾ ഒന്നുകിൽ ഏതെങ്കിലും തരത്തിൽ കൊള്ളാവുന്ന കാര്യങ്ങളുള്ള ആളുകളെ കൊണ്ടിരുത്തണം. മനസ്സിലായില്ലേ? ഞാൻ ഉത്തരവാദിത്തോടെ പറഞ്ഞോളാന്നേ. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത പോലും ഇയാൾക്കില്ല. മനസ്സിലായില്ലേ? ലിജുവിന്റെ ആദ്യത്തെ പോർഷൻ പ്രതികളാക്കപ്പെട്ടവരിൽ SFIക്കാരല്ലാത്തവരും ഉണ്ടല്ലോ എന്നതാണ് സഞ്ജീവിന്റെ ചോദ്യം. അതിൽ കോൺഗ്രസ് കുടുംബ പശ്ചാത്തലമുള്ളവരുണ്ടെന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. അതിനുള്ള മറുപടി കൂടി ലിജു പറയും. ലിജു പൂർത്തിയാക്കും പ്ലീസ്. അതിന് ഉത്തരവുണ്ടോ നിഷാദ്? ഒരു കാര്യം ഞാൻ പറയാം. ഉത്തരവുണ്ടോ? നിങ്ങളൊരു ചർച്ചയ്ക്ക് ഞാൻ പറഞ്ഞോളാം. താനെന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്? ഇങ്ങനെ ബഹളം വെക്കുന്നത്? എനിക്ക് അറിയാൻ വയ്യാതെ ചോദിക്കുന്നു നിഷാദ്. നിങ്ങളൊന്നുകിൽ ഇങ്ങനെയുള്ള ആളുകളുടെ മൈക്ക് ഓഫ് ചെയ്യണം, എന്നിട്ട് അവർ സംസാരിക്കുമ്പോൾ മാത്രം സംസാരിക്കാൻ അനുവദിക്കണം. അല്ലെങ്കിൽ ഒരു ചർച്ച നടക്കില്ല. ഇവിടെ നിങ്ങൾ ഒരാൾക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞ കാര്യങ്ങൾ അങ്ങേറ്റം പ്രതിഷേധാർഹമായ കാര്യങ്ങളാണ്. ഞാൻ മറുപടി പറയുമ്പോൾ ഞാൻ അതിന് മറുപടി പറയുന്നു. മാത്രമല്ല, എനിക്ക് മറ്റു ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിനിടയ്ക്ക് ഒരാൾ കയറി ഒരു ചോദ്യം ചോദിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ വഴങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ സംസാരത്തിന് ശേഷം മാത്രം താങ്കൾക്ക് ചോദിക്കാം. അത് കേൾക്കാനുള്ള സഹിഷ്ണുത പോലും ഇല്ലയെന്ന് പറഞ്ഞാൽ ഇതാണ് നിലവിലുള്ള SFI റെപ്രസെൻ്റ് ചെയ്യുന്ന കൾച്ചർ എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക. ഇവരിപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കളവല്ലേ? അതിക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങിയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിടക്കുന്നു. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്താകമാനം ക്രൂരമായ മർദ്ദനത്തിൻ്റെ പാടുകളും ആഹാരം നിഷേധിച്ചതിൻ്റെ സൂചനകളും. ആ കുട്ടിയുടെ പിതാവ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഇവിടെ സംസാരിക്കുന്ന SFIക്കാരൻ പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ ആ പിതാവിൻ്റെ പരാമർശങ്ങളോ അല്ല വിശ്വസനീയമാകുന്നത്. എവിടെ നിന്നോ കൊണ്ടുവന്നിരിക്കുന്ന വാടകയ്ക്കെടുക്കുന്ന ചില നാവുകളുടെ പരാമർശമാണ് ശരിയെന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിലൂടെ തന്നെ എന്താണ് ഇവരുടെ ഇൻവോൾവ്മെൻ്റ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ? പിന്നെ സിൻജോ ജോൺസൺ, ഏതായി സിൻജോ ജോൺസൺ? ഏതോ SFIക്കാരനായ ഒരു ഇത്തരം ഒരു ക്രിമിനലിനെ യൂത്ത് കോൺഗ്രസ്സുകാരനാക്കി മുദ്ര കുത്തിയാലും യൂത്ത് കോൺഗ്രസ്സുകാരനാകുമോ? എങ്കിൽ പിന്നെ ഈ സിൻജോ ജോൺസണെതിരെ നിങ്ങളെങ്ങും പ്രതിഷേധിച്ച് കണ്ടില്ലല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ക്രൂരമായ കൊലപാതകത്തിനെതിരായിട്ട് കേരളത്തിൻ്റെ സാമൂഹ്യ മനസാക്ഷി പ്രതിഷേധിക്കുന്നിടത്ത് ഒരു സ്ഥലത്ത് പോലും SFIയുടെയോ മാർക്സിസ്റ്റ് പാർട്ടിയുടെയോ ഒരു പ്രതിഷേധം ഞങ്ങൾ കണ്ടില്ലല്ലോ. ഈ സിൻജോ ജോൺസനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DYFIയും SFIയും എന്താ നിങ്ങൾ തെരുവിലിറങ്ങാഞ്ഞത്? ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ കുട്ടിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ആ കുടുംബത്തെ ആക്ഷേപിക്കാനെന്ന് പറഞ്ഞാൽ ആ പിതാവോട് കരഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ വീട്ടിലേക്ക് കയറുന്നതിന്റെ മുന്നിൽ അല്ല, ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ നിഷാദ്? ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? മിനിമം നിലവാരമുള്ള ആളുകളെ ചർച്ചയ്ക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ
നിങ്ങൾ സഞ്ജീവിനെ കൗണ്ടർ ചെയ്യാനുള്ള അവസരമുണ്ട്. സഞ്ജീവിനെ കൗണ്ടർ ചെയ്യാനുള്ള അവസരമുണ്ട്. അല്ല, സഞ്ജീവിനെ കൗണ്ടർ ചെയ്യാനുള്ള അവസരമുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അല്ല, ഈ മിനിമം നിലവാരം, മിനിമം സഹിഷ്ണുത പോലും ഇല്ലാത്ത തെമ്മാടിക്കൂട്ടങ്ങളായി ഇവർ മാറിയിരിക്കുന്നു. നിങ്ങൾ ഇടപെടേണ്ടെന്ന് ഞാൻ സംസാരിക്കുന്ന നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് കേൾക്കാൻ പോലും സഹിഷ്ണുത ഇല്ലാത്തത്? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്കിഷ്ടമില്ലാത്ത കാര്യം നിങ്ങൾ സംസാരിച്ചു, ഞങ്ങൾ കേട്ടോണ്ടിരുന്നു. പക്ഷെ ഞാൻ പറയുന്ന കേൾക്കാനുള്ള സഹിഷ്ണുത പോലും പുതിയ തലമുറയിലെ SFIയുടെ നേതാക്കന്മാർക്കില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവർ ക്യാമ്പസിലും ചെയ്തു തന്നെ ഇത് തന്നെയാണ് നിഷാദ്. ഇവർക്ക് എതിർ ശബ്ദങ്ങളെ കേൾക്കാൻ സാധിക്കില്ല. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം ഇഷ്ടപ്പെടില്ല, മറ്റൊരു ആശയം പറയുന്നത് ഇഷ്ടപ്പെടില്ല. അതാണ് സംഭവിക്കുന്നത്. ഇവിടെ ആ കുട്ടിയുടെ വീട്ടിൽ ചെന്നപ്പോൾ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ പറയണം, നിങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോൾ വാതിക്ക് നോക്കണം, എൻ്റെ മകൻ തല്ലിക്കൊന്ന ഒരു പാർട്ടി, അവനൊരു SFIയിലും ആയിരുന്നില്ല, ഞാൻ പഠനത്തിൽ മിടുക്കനായിരുന്ന ഒരാളായിരുന്നു, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും മിടുക്കനായിരുന്ന ഒരാളായിരുന്നു. 1-ാം വർഷത്തിൽ ഇലക്ഷൻ ഈ മത്സരം അത്തരത്തിലുള്ള രാഷ്ട്രീയ മത്സരമല്ല. ആ ക്ലാസ്സിലെ കുട്ടികൾ അവനെ റെപ്രസെൻറ്റേറ്റീവായിട്ട് തിരഞ്ഞെടുത്തു. 2-ാം വർഷം എത്തിക്കഴിയുമ്പോൾ ഇവരെല്ലാം ഹോസ്റ്റലിലേക്ക് വരും. എന്ന് പറഞ്ഞാൽ 1-ാം വർഷത്തിൽ താമസിക്കുന്ന കോളേജിന് അകലെയാണ്. 2-ാം വർഷത്തെ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ ഹോസ്റ്റലാണ്. ഹോസ്റ്റൽ ഈ SFIക്കാരുടെ നിയന്ത്രണത്തിലാണ്, ഗുണ്ടായിസമാണ്. അപ്പോൾ വന്നു കയറിയപ്പോൾ തന്നെ പറഞ്ഞു SFI ചേരണം. അപ്പോൾ ഈ കുട്ടി വീട്ടിൽ വന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ നിർബന്ധിക്കുന്നു, ഞങ്ങളെ മർദ്ദിക്കും, ഭീഷണിയൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ ചേരാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പിതാവ് പറയുകയാണ്, എൻ്റെ മകനെ അടിച്ചു കൊന്നിട്ട് ഈ SFIക്കാരൻ എൻ്റെ വീടിൻ്റെ വാതിക്കൽ ബോർഡ് വെച്ചിരിക്കുകയാണ്, SFI പ്രവർത്തകനായ സിദ്ധാർത്ഥിനെ കൊന്നതിനെതിരെയുള്ള പ്രതിഷേധം. അപ്പോൾ അയാൾ അദ്ദേഹം പറയുകയാണ്, എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് എൻ്റെ മകനെ ഇത്ര ഇഞ്ചിഞ്ചായി കൊന്നു കളഞ്ഞ കൊലയാളികൾ തന്നെ അവൻ്റെ പ്രതിത്വം ഏറ്റെടുത്തുകൊണ്ട്, അവൻ്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുത്തുകൊണ്ട് ബോർഡ് വെച്ചിരിക്കുന്നു, എന്ത് പരാതി പറയുമെന്നാണ് ആ പിതാവ് ചോദിച്ചത്. ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഇത് ഒരു കൃത്യമായ കൊലപാതകമാണ്. അതിക്രൂരമായി അവനെ മർദ്ദിച്ചു. ഒരു കോളേജിലെ, നമുക്കറിയാം, കോളേജിലെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് പ്രസിഡന്റും സെക്രട്ടറിയും. കോളേജ് യൂണിയൻ ജയിച്ചു കഴിഞ്ഞാൽ ആ പ്രസിഡന്റും സെക്രട്ടറിക്കുമല്ലേ ഉത്തരവാദിത്വം. ഇവിടെ അതിക്രൂരമായൊരു കൊലപാതകം നടന്നിരിക്കുന്നു. SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ആ തലത്തെ ഏറ്റവും വലിയ നേതാക്കൾ, പ്രസിഡന്റ്, സെക്രട്ടറി, കോളേജ് യൂണിയൻ്റെ നേതാവ്, അവരെല്ലാം ഈ കേസിൽ പ്രതിയാണ്. എന്നിട്ട് ഈ പ്രസ്ഥാനത്തിന് ഉത്തരവാദിത്വമില്ലെന്ന് പറയാൻ സാധിക്കുമോ? ഇവരെന്ന് നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞു? ക്രൂരമായി മർദ്ദിച്ചപ്പോൾ, ഹോസ്റ്റലിനെടുത്ത് വിവസ്ത്രനാക്കി അതിക്രൂരമായി മർദ്ദിച്ചപ്പോൾ ഈ അവിടുത്തെ ഇലയനങ്ങിയാൽ പോലും അറിയുമെന്ന് പറയുന്ന SFIക്കാരൻ അതിനെക്കുറിച്ച് അറിഞ്ഞ് ഈ റാഗിങ്ങിന് നേതൃത്വം കൊടുത്തവരെ നടപടിയെടുത്തോ? ഈ കുട്ടി 18-ാം തീയതി മരിച്ചതിന് ശേഷം അവനെതിരെ ഒരു കൃത്രിമമായിട്ടൊരു പരാതി ഒരു പെൺകുട്ടിയെ കൊണ്ട് പ്ലാൻ ചെയ്യിക്കുക, മലയാളം എഴുതാൻ അറിയാത്തൊരു പെൺകുട്ടിയെ കൊണ്ട്. എന്നിട്ടൊരു അച്ചടക്ക സമിതി രൂപീകരിച്ച്, പ്രതിയായിരിക്കുന്നവർ കൂടി ഉൾപ്പെടുത്തുന്ന ഒരു അച്ചടക്ക സമിതി രൂപീകരിച്ച് അവനെതിരെ എൻക്വയറിക്ക് ശ്രമിക്കുന്നതിന് മരിച്ചു പോയതിന് നടപടിയെടുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ ഒരു പയ്യനെ ക്രൂരമായി തല്ലിക്കൊന്നതിന് ശേഷം മറുപടി എന്താണ് ലിജുവിന്റെ പോയിന്റുകൾക്ക്? മതിയായ സമയം തരണം എന്ന് ആദ്യം തന്നെ പറയട്ടെ. ഒന്ന്, അദ്ദേഹം ചർച്ചയുടെ ഇടയ്ക്ക് കയറി വന്നാണ് പറഞ്ഞത്, ഇവിടെ നേരത്തെ അങ്ങ് തന്നെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമ്പോൾ കൺഫ്യൂഷനുകളും ഈ പറഞ്ഞ വ്യത്യസ്ത പ്രത്യാരോപണങ്ങളും നടക്കുന്ന ഘട്ടത്തിൽ എന്താണ് നടക്കുന്നത് അത് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് പറഞ്ഞ ആ പോയിന്റിന്മേലാണ് ഞങ്ങൾ അങ്ങനെ ഒരു കാര്യമേ സംഭവിച്ചിട്ടില്ല, ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തതയുണ്ട്, ഈ 3 ദിവസമായി എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഞങ്ങളൊരു നറേറ്റീവ് പറഞ്ഞു എന്നാണ് ലിജു വസ്തുതാവിരുദ്ധമായി ഇവിടെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചത്. അത് തീർത്തും തെറ്റാണ്. ഞങ്ങളിപ്പോഴും ആവർത്തിച്ചു പറഞ്ഞു, ആ വിദ്യാർത്ഥിക്ക് നീതി ലഭിക്കും വരെയും ആ പോരാട്ടത്തിന് ഞങ്ങളും ഉണ്ടാകും. സ്വാഭാവികമായിട്ടും സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. അതിലിപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ പേരല്ല, അത് കൃത്യമായി നിങ്ങൾക്ക് അന്വേഷിക്കാലോ. എന്നാൽ ലിജു ഇവിടെ വന്നിരുന്ന് വലിയ രീതിയിൽ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണല്ലോ, അസഹിഷ്ണുതയെക്കുറിച്ച്, കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുകയാണല്ലോ. എരന്നു വാങ്ങിയ കൊലപാതകം, ആ കൊലപാതകയെ ജില്ലാ പ്രസിഡന്റ് ആക്കിയിട്ട് ഏതാനും വർഷങ്ങൾ പോലും ആകുന്നില്ല. മഹാരാജാസ് കോളേജിലെ യൂണിറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച ഒരു പയ്യനെ സർജിക്കൽ ബ്ലേഡ് വെച്ചിട്ട് ഈ ജനുവരി മാസമാണ് പറ്റാവുന്ന ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളിലും KSU പ്രവർത്തകർ ആക്രമിച്ചത്. ഒരു വാക്കുകൊണ്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട്. എന്തിനേറെ പറയുന്നു, ധീരജിന്റെ കൊലപാതകത്തെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ ഈ ചർച്ചയിൽ വെച്ച് ലിജു തയ്യാറാവുമോ? ഇരന്നു വാങ്ങിയ കൊലപാതകം തെറ്റായിപ്പോയോ? അങ്ങ് പറയണം. അങ്ങ് സംസ്കാരം വലിയ രീതിയിലുള്ള ആളാണല്ലോ, അസഹിഷ്ണുത ഇല്ലാത്ത ആളാണല്ലോ. ആ കൊലപാതകത്തെ അങ്ങ് ഇപ്പോഴും ന്യായീകരിക്കില്ല. അങ്ങയുടെ നേതൃത്വം, അവരിന്ന് ജില്ലാ പ്രസിഡന്റ് അല്ലേ KSUവിന്റെ, ആ കൊലപാതകത്തിൽ പ്രതിയേർക്കപ്പെട്ടവർ. ഇരന്നു വാങ്ങിയെന്ന് മാത്രമല്ല, അവരുടെ മാതാപിതാക്കളെ ഇപ്പോഴും ആക്രമിക്കുകയല്ലേ, എല്ലാ വിധത്തിലും അപമാനിക്കുകയല്ലേ. ഇത് ചെയ്തിട്ടാണോ അങ്ങ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത്? അങ്ങയുടെ ധാർമ്മികതയൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ, അതിന് ഉത്തരം പറയണം. ശ്രീകാര്യം ക്യാമ്പസിൽ വെച്ചും
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചും ഞങ്ങൾ കൊന്നതാണ് ധീരജിനെ എന്ന് അങ്ങയുടെ പ്രവർത്തകർ KSU പ്രവർത്തകർ പറഞ്ഞ ബൈറ്റ് ഇപ്പുണ്ട്, വേണമെങ്കിൽ അങ്ങോട്ട് അയച്ചുതരാം, നിങ്ങൾ പ്ലേ ചെയ്യോ? അതിന് നിങ്ങൾ എന്താ പറയുക? അതിനൊരു വാക്കുകൊണ്ട് നിങ്ങൾക്ക് ഒരു അക്ഷരം കൊണ്ട് അതിനെ തിരുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ എന്താ ഇതിന്മേൽ നിലപാടെടുത്തതെന്ന് മനസ്സിലാക്കാതെ ഞങ്ങൾക്കെതിരെ തെറ്റായ കാര്യങ്ങൾ ഇവിടെ വന്ന് പറയുമ്പോൾ ഞങ്ങൾ തിരുത്തും. ഞങ്ങൾ ഇതിനെ ന്യായീകരിച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഞങ്ങൾ ആ കൊലപാതകം അല്ലെങ്കിൽ ആ മരണം ഏതെങ്കിലും ഘട്ടത്തിൽ ആ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി അറിയണമെന്നാണ് ഞങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഞങ്ങൾ അതിനെ ന്യായീകരിച്ചിട്ടില്ല, ഞങ്ങൾ അതിനോടൊപ്പമല്ല, അതിൽ ഞങ്ങൾക്കില്ല. ഇപ്പൊ എന്നിട്ട് എനിക്ക് മാർക്കിടാനാണ് നിങ്ങൾ വന്നത്. വ്യക്തിപരമായി എനിക്ക് മാർക്കിടാൻ നിങ്ങൾ കടന്നു വന്നു. നിങ്ങൾക്ക് മാർക്കിടാൻ ഞാൻ വരുന്നില്ല. ആ മാർക്ക് കണ്ടുപിടിച്ചിട്ടില്ല. കൊലപാതകത്തിന്റെ രക്തമാണ് നിങ്ങളുടെ കയ്യിൽ. ലിജു, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മറുപടി പറയണം. ആ പറയാനില്ലാത്ത വാക്കുകൾ കൊണ്ട് ഞങ്ങൾക്ക് കണക്കൂട്ടാൻ വന്നേക്കരുത്. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, നീതി നടപ്പിലാക്കപ്പെടണം. ആ വിദ്യാർത്ഥികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയണം. ഇവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ചട്ടുകമാവരുത് ആരും. ഇവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഞാൻ മൗലികമായ ഒരു ചോദ്യം തുടക്കത്തിലെ ചോദ്യം സഞ്ജീവ്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇതൊരു കേസ് മാത്രമാണ്. ആ കേസിനകത്ത് എന്ത് സംഭവിച്ചു എന്നത് നിങ്ങൾ പരിശോധിക്കൂ, കണ്ടെത്തൂ എന്ന് നിങ്ങൾ നിയമ സംവിധാനത്തോട് പറയുകയാണ്. അതിനപ്പുറം നിരന്തരമാം വിധം കോമ്രേഡ്സ് ഇങ്ങനെ പോയിട്ട് ഇത്തരം വയലൻസിന്റെ പ്രഥമ സ്ഥാനീയരായി മാറുന്നത്, മുഖ്യകർമ്മികളായി മാറുന്നത് സംഘടനയുടെ സംസ്കാരത്തിന് കുഴപ്പമുള്ളതാണ് എന്ന് സമ്മതിക്കാൻ നിങ്ങൾ ഇപ്പോഴും തയ്യാറാവുന്നില്ല. ഇതൊരു ആദ്യത്തെ സംഭവമല്ല. KSUവിനോട് നിങ്ങൾ ചോദിച്ചു, ഇത് പക്ഷേ ആദ്യത്തെ സംഭവമല്ല. ഞാൻ വി പി സാനു ദേശീയ പ്രസിഡന്റ് യൂണിവേഴ്സിറ്റി കോളേജിൽ കുഴപ്പമുണ്ടായപ്പോ ഈ അഭിമന്യുവിന്റെ നെഞ്ചത്ത് കുത്തിയ കഠാരയല്ല നമ്മുടെ മുദ്രാവാക്യം അങ്ങനെ ചെയ്താൽ നമുക്ക് കുഴപ്പമാണ് എന്ന് പറഞ്ഞ് പറഞ്ഞത് നിങ്ങൾ ആവർത്തിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ശ്രമിക്കുന്നത് അതൊരു ഒറ്റപ്പെട്ട സംഭവം, അതിന് SFIക്കാർ പെട്ടുപോയി, അത് അന്വേഷിച്ചോട്ടെ എന്നാണ്. എന്തുകൊണ്ട് SFIക്കാർ വയലൻസിൽ പങ്കാളിയാവാം എന്നതിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നു. അതല്ലേ നിങ്ങൾ അന്വേഷിക്കേണ്ട ഒരു സംഘടന എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഒന്നാമത്തെ ബാധ്യത അതല്ലേ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ചോദ്യത്തിനോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, SFIയുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രതലം ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ SFI അത് പരിശോധിച്ച് തിരുത്തും. SFIയുടെ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ നിരന്തരമായി ആക്ഷേപം ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ ഞങ്ങൾ തിരുത്തപ്പെടേണ്ട എന്തെങ്കിലും ഞങ്ങളിലുണ്ട് എന്നാണ് നിങ്ങൾ ആരോപിക്കുന്നുണ്ടെങ്കിൽ, അതിലേതെങ്കിലും തരത്തിൽ കൃത്യമായ കഴിവുണ്ടെങ്കിൽ, ആത്മാർത്ഥതയോടെയാണ് നിങ്ങൾ അത് പറയുന്നതെങ്കിൽ ഞങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണെന്നേ. നിങ്ങൾ സമ്മതിച്ചു. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ കറക്റ്റീവ് മെക്കാനിസം എന്തുമാത്രം പ്രവർത്തിക്കുന്നുള്ളതാണ് ചോദ്യം. യൂണിവേഴ്സിറ്റി കോളേജ് സംഭവം 5-6 വർഷമായില്ലേ? അഗൈൻ റിപ്പീറ്റ് ചെയ്യാണ്. നവകേരള സദസ്സ് പിണറായി വിജയന്റെ മാർച്ചിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാവുമ്പോൾ അതിനെ കായികമായി കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ്. ഇതേ വയനാട്ടിൽ ഞാൻ ചോദിക്കട്ടെ സഞ്ജീവേ, ഇതേ വയനാട്ടിലാണ് നിങ്ങൾ രാഹുൽ ഗാന്ധി MPയുടെ ഓഫീസിന് നേരെ ഒരു സമരമായിട്ട് പോകുന്നത്. ആ സമരം വയലൻസിന്റെ സാമാന്യ മര്യാദയുടെ സകല അതിർവരമ്പുകളും മറികടക്കുകയാണ്. ഓഫീസ് അടിച്ചു പൊളിക്കുകയാണ്, അതിനകത്ത് കയറി വാഴ വയ്ക്കുകയാണ്. SFIയുടെ DC സംഘടിപ്പിച്ച സമരത്തെ കുറിച്ച് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ നിരന്തരം വയലൻസിന്റെ മാർഗം. ഇതേ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അറ്റാക്ക് ചെയ്തതിന്റെ പേരിൽ DC-ക്കെതിരെ ഉണ്ടായ നടപടി ഞാൻ ഓർമ്മിപ്പിക്കണ്ടല്ലോ. അപ്പൊ നിരന്തരം വയലൻസ്, എതിരാളിയെ കായികമായി കൈകാര്യം ചെയ്യാം, നമുക്ക് സമഗ്രാധിപത്യമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പൂന്തുവിളയാടാം എന്ന സംഗതി സഖാക്കൾക്കിടയിലേക്ക് വ്യാപിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ പരിശോധിക്കുന്നുണ്ടോ? എന്ത് മെക്കാനിസം നിങ്ങൾക്ക് അതിനുണ്ട്? ഞങ്ങളുടെ സംഘടനാപരമായിട്ടുണ്ടാകുന്ന ഏത് വീഴ്ചയും പരിശോധിക്കാനുള്ള സംവിധാനം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അതിന് തയ്യാറാണ്. പകരം ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ച ഒരു ചോദ്യത്തിനെങ്കിലും ഉത്തരമുണ്ടോ? പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകൻ, നിങ്ങൾ ആ ചോദ്യം അങ്ങോട്ട് ചോദിക്കാനെങ്കിലും തയ്യാറായോ? KPCC പ്രസിഡന്റിനോട് നിങ്ങൾ ചോദിച്ചോ? കോൺഗ്രസിന്റെ സംസ്കാരം വേണ്ടുവോളമുള്ള എല്ലാവിധത്തിലും ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങളെ പല വാക്കുകൾ ഉപയോഗിച്ചാണ് അദ്ദേഹം ഇവിടെ സംസാരിച്ചത്. ആ സംസ്കാര സമ്പന്നനായ മനുഷ്യൻ ഈ സമയം വരെ മുണ്ടിയോ? ഒന്നാമത്തെ കാര്യം നിങ്ങൾ എന്ത് പഴി പറഞ്ഞാലും സഞ്ജീവേ, ഇത് ഒരു ഗുരുതരമായ സംഗതിയാണ്. ഈ സംഗതി ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിന് മുമ്പുണ്ടായ സംഗതികളെ വെച്ച് ബാലൻസ് ചെയ്ത് വാട്ട് അബൌട്ടറി എടുക്കാമെന്ന് വെച്ചാൽ ഇതിന്റെ മെറിറ്റിനെ അട്ടിമറിക്കുന്ന പണിയാണ്. അതിന് ഞാനില്ല. അവിടെ ധീരജിന്റെ കൊലപാതകം ഉണ്ടായപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ കോൺഗ്രസിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതുണ്ടായിട്ടുണ്ട്. പിന്നെ ഓരോ തവണ നിങ്ങൾ കുരുക്കിൽപ്പെടുമ്പോഴും പഴയ കണക്കെടുത്ത് വെച്ച് ബാലൻസ് ചെയ്ത് വാട്ട് അബൌട്ടറി അടിക്കുന്ന കുറച്ച് പ്രയാസമുള്ള സംഗതിയാണ്. എനിവേ അതിനകത്തൊരു മര്യാദയുടെ പേരിൽ ഞാൻ ലിജുവിനോട് ചോദിക്കും, ലിജു നിങ്ങൾ ചെയ്യാത്ത മാന്യത ഇത്തരം കാര്യങ്ങളുടെ പേരിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. സംഘടനാപരമായി ഞങ്ങളൊക്കെ ആ കാര്യത്തിൽ സമൂഹത്തോട് ഞങ്ങളുടെ ബാധ്യത നിറവേറ്റിയിട്ടുണ്ട്. നിങ്ങൾ നിറവേറ്റിയിട്ടുണ്ടോ എന്നാണ്. നിഷാദിനി, എനിക്ക് സംസാരിക്കാമല്ലോ. ഇത്രയും നേരം ഞാൻ ഈ SFIക്കാരൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ
കൃത്യമായി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഒരക്ഷരം പോലും പറഞ്ഞില്ല. അപ്പം ഇദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ഇദ്ദേഹം സംസാരിക്കുന്നതിനിടയിൽ ബഹളം വെച്ചുകൊണ്ട് ഞാൻ തിരിച്ച് മറുപടി പറയുന്ന, അപ്പോൾ എൻ്റെ ഒരു സംസ്കാരം അതല്ല സംവാദത്തിൻ്റെ മര്യാദയും. അതുകൊണ്ടാണ് ഞാൻ മറുപടി പറയുന്നത്, അല്ലാതെ എനിക്ക് മറുപടി ഇല്ലാഞ്ഞിട്ടല്ല. അതേസമയം അയാൾ ചെയ്തത് എന്താണ്? ഞാനിവിടെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം സംസാരിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എൻ്റെ വാദമുഖങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ അലർച്ചയും ബഹളവും തുടങ്ങി. ഞാൻ അതിനെയാണ് അസഹിഷ്ണുത എന്ന് പറഞ്ഞത്. ഇത്രയും നേരം ഇദ്ദേഹം എൻ്റെ പേര് പരാമർശിച്ചും എൻ്റെ പ്രസ്ഥാനത്തെ കുറ്റപ്പെടുത്തിയും സംസാരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. കാരണം അയാളുടെ ഊഴമായതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എസ് എഫ് ഐക്കാരനോട് പറയാനുള്ളത്, നിങ്ങൾ ഇതാണ് ആദ്യം പഠിക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ, അത് ക്യാമ്പസിനകത്താണെങ്കിലും അത് ചാനൽ മുറികളിലാണെങ്കിലും പുറത്ത് സംവാദത്തിൻ്റെ വേദികളിലാണെങ്കിലും, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കാനുള്ളൊരു സഹിഷ്ണുത കാണിക്കണം. അല്ലാതെ ഇഷ്ടമില്ലാത്തവൻ പറയുന്നവനെ ആക്രമിക്കാനും അവനെ കോമ്പസിട്ട് കുത്താനും അവനെ കൈയും കാലും തല്ലിയൊടിക്കാനും ഇതുപോലെ മുറിക്കാത്തിട്ട് പൂട്ടി തല്ലിക്കൊല്ലാനുമുള്ളൊരു സംസ്കാരം ആദ്യം മാറ്റിവെക്കുക. കേൾക്കാനുള്ളൊരു ക്ഷമ കാണിക്കുക. ഇനി ഞാൻ മറുപടി പറയാം ഓരോന്നായിട്ട്. ഞാൻ ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ കേട്ടുകൊണ്ട് വരുന്നത് ഈ SFI പ്രതിനിധി ആദ്യം പറഞ്ഞിരിക്കുന്നത് അവിടെ പ്രശ്നമുണ്ടായില്ല എന്ന് കുറേ കുട്ടികൾ പറഞ്ഞത് കേട്ടില്ലേ? ഭക്ഷണം കൊടുത്തു എന്ന് എന്തൊക്കെ കഥകളായിരുന്നു. 3 ദിവസം ഭക്ഷണം കൊടുത്തില്ല, ഇതൊക്കെ കള്ളമാണെന്ന് പറയുന്നില്ലേ? ഇത് MSFകാരൻ പറയുന്നില്ലേ? ഇങ്ങനെ ഒരു സ്റ്റോറി പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം തുടങ്ങുന്നത് തന്നെ. ഞാൻ കേട്ടുകൊണ്ട് വന്നത് അതാണ്. ഞാൻ ചോദിക്കട്ടെ നിഷാദെ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമല്ലേ? ഇയാൾ ഈ കുട്ടിക്ക് നേരെ നടന്ന പീഡനങ്ങളിൽ എന്തെങ്കിലും ദുഃഖം, ഒരു തരിമ്പ് ദുഃഖമോ അതിൽ പ്രതിഷേധമോ ഉണ്ടായിരുന്നെങ്കിൽ ആ മാതാപിതാക്കളുടെ ദുഃഖം, 3 ദിവസം പട്ടിണി കിടന്ന ക്രൂരമായ മർദ്ദനമേറ്റുവാങ്ങിയ ആ കുട്ടിക്കുണ്ടായ പീഡനങ്ങളിൽ സഹതപിക്കുന്നതിന് പകരം അതിനെതിരെ ന്യായീകരണം ചമച്ചെത്തിയ ഒരു കൂട്ടം ആളുകളെ ഞാൻ അവരെ റാസ്കൽസ് എന്ന് വിളിച്ചു, അല്ലെങ്കിൽ തെമ്മാടികളെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ശ്രമിക്കുന്നു. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അവർ തെമ്മാടികളാണ്. കൂടെ പഠിച്ചിരിക്കുന്ന ഒരു സഹപ്രവർത്തകനെ അതിക്രൂരമായി തല്ലിക്കൊന്നിട്ട് ആ തല്ലിക്കൊല്ലുന്നതിനെ ന്യായീകരിച്ച് അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നവർ തെമ്മാടികളല്ലെങ്കിൽ അവർക്ക് അനുയോജ്യമായ പദം പിന്നെ എന്താണ്? കൊമറേഡ്സ് എന്ന് വിളിച്ചാൽ മതിയോ? അവർക്ക് യോജിക്കുന്ന പദം കൊമറേഡ്സ് എന്നാണോ? അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പദം പറഞ്ഞെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക്, ഇതുപോലെയുള്ള വഞ്ചകർക്ക് യോജിക്കുന്ന പദം അത് തന്നെയാണ്. എനിക്കതിനകത്തൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഞാനത് പറഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹം ചാടി വീണു. അപ്പോൾ തന്നെ അതാണ് ഞാൻ അസഹിഷ്ണുതയെക്കുറിച്ച് പറയുന്ന കാര്യം. ഈ അസഹിഷ്ണുതയാണ് SFIക്കാരെ നിങ്ങൾ അവസാനിപ്പിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നമുക്കറിയാം കേരളത്തിൽ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ക്യാമ്പസ് കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളതിനെ ന്യായീകരിക്കുന്ന ആളുകളൊന്നുമല്ല. പക്ഷേ പലപ്പോഴും ഈ പറഞ്ഞതുപോലെ ഇവിടെ ഒരു കുട്ടി അതിക്രൂരമായി മർദ്ദിക്കപ്പെടുന്നു. പ്രതിരോധത്തിനിടെ ഈ പറഞ്ഞതുപോലെ ഒരു പയ്യനെ 5, 8, 10, 15 പേർ ചേർന്ന് മർദ്ദിക്കുമ്പോൾ ചിലപ്പോൾ അവൻ തിരിച്ച് പ്രതികരിച്ചെന്നിരിക്കും. അത്തരം പല സാഹചര്യങ്ങളെയുമാണ് പിന്നീട് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് പരാമർശമായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ അതിനെ ഒന്നും ന്യായീകരിക്കുന്നില്ല. ഏത് കുട്ടിയുടെ മരണവും കൊലപാതകവും അവൻ്റെ ശരീരത്തിൽ വീഴുന്ന ഓരോ പോറലും അതിൽ പ്രതിഷേധിക്കേണ്ടത് തന്നെയാണ്. ഒരു സംഘർഷത്തെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. SFIക്ക് ഇത് പറയാൻ എന്തെങ്കിലും അവകാശമുണ്ടോ? നിങ്ങൾക്ക് ശക്തിയുള്ള ഏത് ക്യാമ്പസിലാണ് നിങ്ങൾ സമാധാനം കൊടുക്കുന്ന കുട്ടികൾക്ക്? നിങ്ങളുള്ള ഏത് ക്യാമ്പസിൽ കുട്ടികൾക്ക് മര്യാദയ്ക്ക് പഠിക്കാൻ സാധിക്കും? വന്ന് കയറുമ്പോൾ തന്നെ കുട്ടികളെ ആക്രമിക്കുകയല്ലേ? കായിക ശക്തി കൊണ്ട് ഭീഷണിപ്പെടുത്തി സംവാദത്തിൻ്റെ എല്ലാ അന്തരീക്ഷങ്ങളും ഇല്ലാതാക്കുന്ന, പണ്ട് ഈ MN വിജയൻ സാറ് പറഞ്ഞത്, ഒരു കാക്കക്കാലിൻ്റെ പോലും തണലില്ലാത്ത ശ്മശാന ഭൂമികളായി ക്യാമ്പസുകളെ മാറ്റുന്നൊരു സംസ്കാരമല്ലേ നിങ്ങൾക്കുള്ളത്? നിങ്ങളൊരു സംവാദത്തിൻ്റെ ഒരു കൾച്ചർ എത്രയോ കാലമായി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. സഹപ്രവർത്തകയെ ചാടി ചവിട്ടി ജാതി പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആളുകൾ, തട്ടിക്കൊണ്ടുപോയി ഹോസ്റ്റൽ മുറിക്കകത്ത് വെച്ച് നെഞ്ചക്കിട്ട് നെഞ്ചടിച്ച് പൊട്ടിക്കുന്ന ആളുകളൊക്കെയാണ് സംസ്ഥാനത്ത് തന്നെ ഉള്ളത്. അങ്ങനെയുള്ള കേസുകളാണ് അവരുടെ SFI മുന്നോട്ട് വെക്കുന്ന ഒരു പ്രവർത്തന വഴിയുടെ പ്രശ്നം ഇതാണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് താങ്കൾ. സമയം അവസാനിക്കുന്നു, ഞാൻ ഇടപെടുന്നു. ലിജു, ഒറ്റ കാര്യം കൂടി. ഷിബു ബന്ധു എന്നോടൊപ്പം തുടരുന്നുണ്ട്, സിദ്ധാർത്ഥിന്റെ ബന്ധു. ഷിബു, ഇതിനകത്ത് അന്വേഷണം പ്രോപ്പറായി പോകുന്നു തന്നെ നിങ്ങൾ വിചാരിക്കുന്നുള്ളൂ? നിങ്ങൾക്ക് അന്വേഷണത്തെക്കുറിച്ച് അങ്ങനെ പരാതികളൊന്നും ഇല്ലല്ലോ അല്ലേ? അന്വേഷണം പ്രോപ്പറായെന്ന് നമ്മൾക്ക് ഇനി ചിന്തിക്കേണ്ടതുണ്ട് സർ. കാരണം ഈ അന്വേഷണം ഇപ്പോൾ മുഴുവൻ ആളുകളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും ഇതിലിനി ഏതൊക്കെ വകുപ്പുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് പ്രത്യേകത. ഇത്രയും നരാധിപന്മാർ ക്രൂരമായി മർദ്ദിച്ചു കൊന്ന കേസുകൾ, ദുർബലമായ കേസുകളാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങൾക്ക് അത് പോരാ. ഇവിടെ ഗൂഢാലോചനയും കൊലപാതകവും നടന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വകുപ്പുകളൊന്നും ആഡ് ചെയ്ത് കാണുന്നില്ല. അപ്പം അത് ഞങ്ങൾക്ക് എന്തായാലും ഈ അന്വേഷണം
തൃപ്തികരമായി പോകുന്നില്ല. കാരണം ഞങ്ങൾക്ക് ആവശ്യം ഇവിടെ കൊലപാതകം എന്നുള്ള ഒരു വകുപ്പ് തന്നെ അതിനകത്ത് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഗൂഢാലോചനയും ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഗൂഢാലോചനയും വന്നിട്ടില്ല. ഈ അന്വേഷണം എല്ലാവരും കണ്ടെത്തി എന്ന് പറയുന്നത് പകുതി പേരും കീഴടങ്ങിയതാണ്. അപ്പം ഇവർക്ക് കുറേ ദിവസം മാറി നിൽക്കാനുള്ള സൗകര്യം കൊടുക്കുകയും അവസാനം വന്ന് കയറി അവരെല്ലാവരെയും പ്രൊഡ്യൂസ് ചെയ്തു, 18 പേരെയും പിടിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇനി അവരുടെ പേരിൽ ചുമത്തുന്ന കുറ്റങ്ങൾ കൂടെ നോക്കി നമുക്ക് FIR-ന്റെ കോപ്പി കിട്ടിയാലേ, അടുത്ത FIR ആയിട്ടുണ്ടോ എന്ന് അറിയില്ല, ആ FIR-ന്റെ കോപ്പി കിട്ടിയാലേ എനിക്കത് വ്യക്തമായിട്ട് ഏത് രീതിയിൽ ആ അന്വേഷണം എത്തിയെന്ന് പറയാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞത് ഞാൻ ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ഈ പ്രവൃത്തി ചെയ്തവർ രാഷ്ട്രീയ ലാഭം കാണുന്നില്ലേ എന്നാണ് എനിക്ക് ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നത്. ഈ പ്രവൃത്തി ചെയ്തവർ ഒരു സംഘടനയുടെ മേൽപ്പത്തിൽ ഇരിക്കുന്ന 2 or 4 ആളുകൾ ചേർന്നാൽ ആ സംഘടന മുഴുവനും ചെയ്തതിന് തുല്യമാണ്. കാരണം അതിന്റെ നേതാവാണ് അണികളുടെ എല്ലാ പ്രവർത്തികളും കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് കുടുംബം പറയുന്നത്, അല്ലാതെ കുടുംബത്തിന് SFIയോ ABVPയോ KSO ഒന്നുമില്ല. താങ്ക് യു ഷിബു. ഒപ്പം തന്നെ ലിജു, സഞ്ജീവ് ചർച്ചയിൽ പങ്കെടുത്തതിനോട്